ഞാനൊരു കഥ പറയാം. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കഥ തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കഥ. എൻ്റെ മുത്തശ്ശൻ, അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്ന ആളുടെ പേര് ജോസഫ് എന്നായിരുന്നു. അദ്ദേഹം കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലത്തു നിന്നാണ് വയനാട്ടിലേക്ക് കുടിയേറുന്നത്. ആ കാലഘട്ടത്തിൽ കോട്ടയത്ത് തന്നെ ഏറ്റവും ധനികരായ ഒരു കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ട് തന്നെ ധാരാളം സ്വത്തുക്കൾ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഒരു നാൾ പുള്ളി ഒരു സ്കൂൾ മാഷും കൂടെയാണ്. അപ്പം വിദ്യാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തി അവിടെയാണ്. ഒരു നാൾ അദ്ദേഹത്തിനൊരു ആഗ്രഹം തോന്നുകയാണ് വയനാട്ടിലേക്ക് കുടിയേറണം എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ മധ്യ തിരുവിതാംകൂറിൽ നിന്നൊക്കെ 60കളിലും 70കളിലൊക്കെ കൂട്ടമായിട്ട് വയനാട്ടിലേക്ക് കുടിയേറുന്ന ഒരു കാലഘട്ടമാണെന്ന്. വയനാട്ടിലെ കാടുകളെല്ലാം വെട്ടിത്തെളിച്ച് അവിടെ അധ്വാനത്തിൻ്റെ തിരിതെളിച്ച് അനേകം മനുഷ്യർ ആ കാലഘട്ടത്തിൽ വയനാട്ടിലേക്ക് കുടിയേറിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ എൻ്റെ മുത്തശ്ശനും അവിടുന്ന് കുടിയേറിപ്പോരുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്ന ബന്ധങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ട് എതിർപ്പുകളെല്ലാം അവഗണിച്ചാണ് വയനാട്ടിലേക്ക് പോരുന്നത്. കാരണം ആർക്കും തന്നെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്കൊന്നും യാതൊരു താല്പര്യമില്ലായിരുന്നു വയനാട്ടിലേക്ക് കയറി വരുന്നതിന്. പ്രത്യേകിച്ച് നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ എന്ന് പറയുന്ന ചുരം കയറി വയനാട്ടിലേക്ക് എത്തുമ്പോൾ വയനാട് എന്ന് പറയുന്നത് ക്രൂരമൃഗങ്ങൾ നിറഞ്ഞിട്ടുള്ള, കൊടുങ്കാട് നിറഞ്ഞിട്ടുള്ള ഒരു ഏരിയയാണ്. അവിടെ കൃഷി ചെയ്ത്, അവിടെ സ്ഥലം മേടിച്ച് കൃഷി ചെയ്ത് അവിടെ ജീവിക്കുക, അതിജീവനം എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായൊരു കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ഭയാനകമായിട്ടുള്ള പല വാർത്തകളും ഈ മാതാപിതാക്കൾക്കൊക്കെ നേരത്തെ അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ തൻ്റെ പുത്രൻ അങ്ങോട്ട് കുടിയേറി പോകുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ധാരാളം എതിർപ്പുകൾ ഉണ്ടായിട്ട് അതിനെല്ലാം അവഗണിച്ച് ഒരുപക്ഷെ തൻ്റെ സ്വത്തെല്ലാം അപ്പൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ച് മേടിച്ച് ബന്ധങ്ങളെല്ലാം അവസാനിപ്പിച്ചതാണ് വയനാട്ടിലേക്ക് അദ്ദേഹം കുടിയേറി വരുന്നത്. വയനാട്ടിൽ അദ്ദേഹത്തെ കാത്തിരുന്നത് അത്ര നല്ല കാര്യങ്ങളല്ലായിരുന്നു. നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ മലമ്പനിയും അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ, ആനയും കടുവയും തുടങ്ങി സകല ക്ഷുദ്രമൃഗങ്ങളും വിഹരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൃത്യമായിട്ട് മെഡിക്കൽ ആശുപത്രിക്കുള്ള സംവിധാനങ്ങളോ വാഹന സൗകര്യങ്ങളോ അതുപോലെ റോഡുകളൊന്നുമില്ലാതെ ഭൂരിഭാഗം കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശം. ഈ പ്രദേശത്ത് അദ്ദേഹം വന്നു. തൻ്റെ കയ്യിൽ അന്ന് ധാരാളം പണം ഉണ്ടായിരുന്നത് കൊണ്ട് ഏക്കർ കണക്കിന് സ്ഥലം മേടിച്ചു. ഒരു കുറിച്ചിപ്പറ്റ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ധാരാളം സ്ഥലം അദ്ദേഹം മേടിച്ചു. പക്ഷേ അദ്ദേഹം അന്നൊരു വലിയ ജന്മിയായിട്ട് മാറുന്നു. അതിനുശേഷം മക്കളെല്ലാം കുറേ മക്കളൊക്കെ കോട്ടയത്തുനിന്ന് ജനിച്ചവരാണ്. എൻ്റെ ഫാദറൊക്കെ ഇവിടെ വന്നിട്ടാണ് ജനിക്കുന്നത്. അങ്ങനെ നല്ല ജന്മിയൊക്കെ ആയിട്ട് അദ്ദേഹം മാറുന്ന സമയത്ത് നാട്ടിലെ ചില വിദ്വാൻമാരൊക്കെ ഉണ്ടല്ലോ ആ കാലഘട്ടത്തിൽ, അവരുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ചീട്ടുകളിയും മദ്യപാനവും ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സാമൂഹിക സ്ഥിതി അതായിരുന്നു. കൂടുതൽ കാശുള്ള ആളുകൾ, ഒരു ഭൂരിഭാഗം ആളുകളും അവരുടെ സ്വത്തുക്കൾ നശിച്ചിന്ന് വയനാട്ടിൽ ഒന്നുമില്ലാതെ ആയിട്ടുള്ള അവസ്ഥ കാണാൻ പറ്റും. അതിന് കാരണമെന്ന് പറയുന്നത്, ആ കാലഘട്ടത്തിൽ ഈ ചീട്ടുകളി, മദ്യപാനം എന്നുള്ളത് ഭയങ്കര കൂടുതലാണ്. അത് വെറുതെ ചീട്ട് കളിക്കുകയും മദ്യപിക്കുകയും ചെയ്യല്ല. ഒരു ചീട്ട് കളിക്കൊക്കെ 1 ഏക്കർ സ്ഥലം അല്ല 1/2 ഏക്കർ സ്ഥലമൊക്കെയാണ് അങ്ങോട്ട് പന്തയം വെക്കുന്നത്. എന്നിട്ട് അതിൽ തോറ്റിട്ട് അത് പിന്നെ മറ്റുള്ളവൻ്റെ പേരിലാവും. അല്ലെങ്കിൽ മദ്യപിക്കാൻ വേണ്ടിയിട്ട് ചെറിയ നിസ്സാരമായ തുകയ്ക്കൊക്കെ 1 ഏക്കർ സ്ഥലമോ 2 ഏക്കർ സ്ഥലമോ ഒക്കെ എഴുതി കൊടുത്തിട്ടാണ് മദ്യപിക്കാൻ വേണ്ടിയിട്ട് പണം കണ്ടെത്തുന്നത്. അങ്ങനെ കുടിച്ചും ചീട്ട് കളിച്ചും ഉണ്ടായിരുന്നതെല്ലാം നശിപ്പിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ദാരിദ്ര്യത്തിലേക്ക് കുടുംബത്തെ കൊണ്ടുവരികയാണ്. 8-9 മക്കളുണ്ട്. അതിനിടയ്ക്ക് 1-2 മക്കൾ മലമ്പനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാധിച്ച് മരിച്ചുപോയി. അങ്ങനെ മൊത്തത്തിൽ ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടും ദുരിതവും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ ഫാദർ, ഒരു ഇളയ മകനല്ല, അദ്ദേഹത്തിൻ്റെ കീഴിൽ 3-4 പേരുണ്ട്, അങ്ങനെ ജനിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അപ്പനിങ്ങനെ കുടിച്ച് കുടുംബം നോക്കാതെ ചീട്ടും കളിച്ച് ഉള്ളതെല്ലാം നശിപ്പിച്ച് പുള്ളിയതായൊരു ലോകത്തിൽ വിഹരിക്കുകയാണ്. അപ്പോൾ തൊട്ട് താഴെയുള്ള പെങ്ങന്മാരെ കെട്ടിക്കണം, ഇളയതങ്ങളുടെ വിദ്യാഭ്യാസം നടത്തണം, കുടുംബത്തിൽ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരണം. കാരണം പണിയെടുക്കാൻ
പറ്റുന്ന ആളുകളെല്ലാം കല്യാണമൊക്കെ കഴിച്ച് അവർ വേറെ പോയി. പിന്നീടുള്ളത് എൻ്റെ ഫാദർ മാത്രമാണ്. അപ്പം അദ്ദേഹം അതിന് വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെടേണ്ട ആവശ്യമായിട്ട് വന്നു. അതിൻ്റെ തൽഫലമായിട്ട് 4ാം ക്ലാസ് വരെ പഠിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ. കാരണം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും കാര്യമില്ല. എല്ലാത്തിങ്ങളുടെയും വയറ് നിറയ്ക്കണം, എല്ലാവർക്കും വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങൾ ഒരുക്കണമെന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ വളരെ ദുഷ്കരമായൊരു കാര്യമാണ്. അതുകൊണ്ട് തെരുവപ്പുല്ല് എന്ന് പറയും അന്നത്തെ കാലത്ത്. ആ തെരുവപ്പുല്ല് വാറ്റിയും വയലിൽ പണിയെടുത്തും അങ്ങനെ അദ്ദേഹം ധാരാളം കഷ്ടപ്പെട്ടിട്ടാണ് ആ ഇളയത്തുങ്ങളെല്ലാം കെട്ടിച്ചു വിടുകയും അതുപോലെ തന്നെ ഇളയ ആളുകളുടെയൊക്കെ വിദ്യാഭ്യാസം നടത്തുകയും ചെയ്തത്. അങ്ങനെ വളരെ അതിദാരിദ്ര്യത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിലാണ് അദ്ദേഹം തൻ്റെ പെങ്ങന്മാരെ എല്ലാം കെട്ടിച്ചു വിടുന്നതും കുടുംബത്തിൻ്റെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നടക്കുന്നതും. അന്ന് 3 നേരം ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് വലിയൊരു ആർഭാടമാണ്. 3 നേരം ഭക്ഷണം കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ 2 നേരമെങ്കിലും കുടുംബത്തിലുള്ളവർക്ക് ഭക്ഷണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കേണ്ടുന്നൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് അദ്ദേഹം പിന്തുടർന്ന് പോകുന്നൊരു വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ വിശ്വാസധാരയുണ്ട്. അത് വിട്ടുകൊണ്ട് പുതിയൊരു വിശ്വാസധാരയിലേക്ക്, ക്രിസ്തീയ വിശ്വാസത്തിൽ തന്നെ മറ്റൊരു മാർഗത്തിലേക്ക്, പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് കുടുംബമായിട്ട് എൻ്റെ ഫാദറും മദറും പോകുവാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് വീട്ടിനുള്ളിൽ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. കാരണം അന്നത്തെ കാലത്ത് റോമൻ കത്തോലിക്കൊക്കെ വിട്ട് മറ്റൊരു പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗങ്ങളിലേക്ക് പോകുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് അദ്ദേഹം അങ്ങനെ പോകാനായിട്ട് തീരുമാനിച്ചപ്പോൾ അതിനു മുമ്പ് അദ്ദേഹത്തിന് ആ നാട്ടിൽ കുറച്ച് ചങ്ങാതിക്കൂട്ടമൊക്കെ ഉണ്ട്. അവരുമായിട്ട് അത്യാവശ്യം മദ്യപാനമുണ്ട്, ചീട്ടുകളിയുണ്ട്, ഒരു സെറ്റാണ് അവർ. അപ്പം ഈ ഒരു വിഭാഗത്തിലേക്ക് മാറിയപ്പം കുറച്ച് ജീവിതത്തിൽ വ്യത്യാസങ്ങൾ അദ്ദേഹത്തിന് വന്നതുകൊണ്ട് അതെല്ലാം വിട്ടുകൊണ്ട് പുള്ളി ഒരു പുതിയ മനുഷ്യനായിട്ട് മാറുകയാണ്. ഇതിൻ്റെയൊക്കെ 2 ഫലമായിട്ട്, ഒന്ന് വീട്ടിൽ പ്രശ്നം, ഒന്ന് നാട്ടിൽ കൂട്ടുകാരുടെ ഇടയിൽ പ്രശ്നം. കാരണം എൻ്റെ ഫാദറിന് കൂടുതൽ വർക്ക് കൊടുത്തിരുന്നത്, തൊഴിൽ കൊടുത്തിരുന്നത് കൂലിപ്പണിയാണെങ്കിലും, ഇപ്പോൾ പറമ്പിലെ പണിയാണെങ്കിലും, അതുപോലെ വയലിലെ പണിയാണെങ്കിലും, തെരുവ് വാറ്റുന്ന പണിയാണെങ്കിലും കൊടുത്തിരുന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായിട്ടുള്ള മുതലാളിമാർ അല്ലെങ്കിൽ കൂട്ടുകാരിൽ കൂടിയൊക്കെയാണ് കിട്ടിയിരുന്നത്. നാട്ടുകാരാണല്ലോ കൂട്ടുകാരായിട്ട് വരുന്നത്. പക്ഷേ ഈ ഒരു വ്യത്യാസം അദ്ദേഹത്തിനേക്ക് വന്നു. ഇങ്ങനെ ചീട്ട് കളിക്കാൻ വരാറില്ല, മദ്യപിക്കാനായിട്ട് വരാറില്ലാത്തതോടുകൂടി അവരും കൈ ഒഴിഞ്ഞു, അവരും വെറുത്ത് മാറ്റി നിർത്തുകയാണ്. അങ്ങനെ വീട്ടിലും പ്രശ്നം വരുന്നു. വീട്ടിൽ കാരണം വരുമാനം വരുന്നില്ല, വർക്കില്ലാത്തത് കൊണ്ട് വരുമാനം വരുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് പിന്നെ അതിൻ്റെതായ പല പ്രശ്നങ്ങളും അവിടെ സംഭവിക്കുകയാണ്. അങ്ങനെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു രാത്രിയിൽ ആ വീട് വിട്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥ എൻ്റെ ഫാദറിനും മദറിനും വരികയാണ്. അത് പലവിധമായ കുടുംബ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ മമ്മിയൊക്കെ ധാരാളം ഒരു സാധുവായ സ്ത്രീയായിരുന്നു. ഒന്നും മിണ്ടാതെ ധാരാളം പ്രശ്നങ്ങൾ അനവധിയായിട്ട് പലരിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിലേക്കൊന്നും കിടക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു രാത്രിയിൽ കോരിച്ചൊരയുന്ന മഴയത്ത് ഇട്ടിരുന്ന തുണിയുമായിട്ട്, അന്ന് എൻ്റെ ചേട്ടനെ ഉണ്ടായിട്ടുള്ളൂ, അദ്ദേഹത്തിന് 3 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് അന്ന് എന്നെ ഗർഭിണിയായിട്ടിരിക്കുകയാണ് എൻ്റെ അമ്മ. അതായത് ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ കിടക്കുകയാണ്. അങ്ങനെ കോരിച്ചൊരയുന്ന മഴയത്ത് അവർക്ക് ആ വീട് വിട്ട് ഒന്നും എടുക്കാതെ പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യം വന്നു. അന്ന് വാഹന സൗകര്യങ്ങളില്ല വയനാട്ടിൽ. ഉണ്ടെങ്കിൽ പോലും സാധുക്കളായിട്ടുള്ള ആളുകൾക്ക് അത് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ഗർഭിണിയായ എൻ്റെ മമ്മീനെയും കൂട്ടിയിട്ട്, എൻ്റെ മദറിനെയും കൂട്ടിയിട്ട് ഫാദർ കൈപിടിച്ച് നല്ല ദൂരമുണ്ട് കാപ്പി സെറ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ഏകദേശം ഞങ്ങൾ താമസിക്കുന്ന ഇടത്തു നിന്ന് 10-12 കിലോമീറ്റർ, അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അത്രയും ദൂരം കാൽനടയായിട്ട് ആ ഗർഭിണിയായിട്ട് പൂർണ്ണ നിറവയറുമായിട്ടുള്ള സ്ത്രീയുമായിട്ട് ആ കോരിച്ചൊരയുന്ന മഴയത്ത് അവിടം വരെ നടന്നു കൊണ്ടാക്കി അദ്ദേഹത്തിൻ്റെ, അതായത് എൻ്റെ അമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയാണ്. അമ്മയുടെ വീട്ടിലും സ്ഥിതി അത്ര നല്ല സ്ഥിതിയൊന്നുമല്ല. കാരണം അവിടെ അതിദാരിദ്ര്യമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് പെങ്ങളെ കെട്ടിച്ച് വിട്ടിട്ട് ഇതിനെ തിരിച്ചു കൊണ്ടേയാക്കുന്നതൊന്നും ഇഷ്ടമല്ലാത്ത ആങ്ങളമാരും എല്ലാവരും ഉള്ളൊരു കാലഘട്ടമാണ്. മാത്രമല്ല അമ്മയുടെ അപ്പൻ എന്ന് പറയുന്നത് വളരെ ക്രൂരനായ ഒരു വ്യക്തിയാണ്. കഞ്ചാവും ലഹരിയും എല്ലാം അടിച്ച്, അതായത് കള്ളു കുടിച്ച് മക്കളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന ആളാണ്. അതായത് ഇന്നത്തെ കാലത്തൊക്കെ വധശിക്ഷയ്ക്ക് വേണമെങ്കിൽ കേസെടുക്കാൻ പറ്റുന്ന രീതിയിൽ അന്ന് അത്രയും ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇന്ന് അദ്ദേഹം ഇല്ല, അദ്ദേഹം മരിച്ചുപോയി.
പക്ഷേ അദ്ദേഹം മരിച്ച കാലഘട്ടത്തിൽ വളരെ നല്ലവനായിട്ടാണ്, നല്ല മാനസാന്തരപ്പെട്ട് നല്ലൊരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം മരിച്ചത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു കാലഘട്ടത്തിൽ അവിടെയും കൊണ്ടേ ആക്കിയാണ്. കാരണം അവർക്കും താല്പര്യമില്ല എന്നറിയാം, അവർക്കും സ്വീകരിക്കാനുള്ള അല്ലെങ്കിൽ അവിടെ നോക്കാനുള്ള താല്പര്യമില്ല. പക്ഷേ ഗർഭിണിയാണ്, എന്ത് ചെയ്യാനാ പറ്റും? നിറവേറുമായിട്ട് വന്നിരിക്കുകയാണ്, 8-9 മാസത്തെ ഗർഭം ഉള്ളൊരു വ്യക്തിയാണ്. എന്നിട്ട് ആ രാത്രി തന്നെ അല്ലെങ്കിൽ ആ ദിവസം തന്നെ എൻ്റെ അപ്പൻ അവിടുന്ന് തിരിച്ച് കാൽനടയായി വന്നിട്ട്, കാരണം വണ്ടിക്കൂലിക്ക് കാശില്ല, വീട്ടിൽ നിന്നൊന്നുമില്ലാതെ പുറത്തേക്ക് ഇറങ്ങിയതാണ്, 1 രൂപ പോലും എടുക്കാൻ സാധിക്കാത്ത രീതിയിൽ എല്ലാം ചെയ്തിട്ടും പുറത്തേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ്. അവിടെ വന്നിട്ട് അതിനു മുമ്പ് കുറച്ച് സ്ഥലം അപ്പം കൊടുത്തിരുന്നു, ഒരു 23 സെൻറ്റ് സ്ഥലം അപ്പൻ കുറേ കാലഘട്ടം മുമ്പ് മക്കൾക്കൊക്കെ ആയിട്ട് കുറച്ച് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരുന്നു. ഏക്കർ കണക്കിന്, അതായത് ഒരു പക്ഷേ ഒരു ഗ്രാമത്തിൻ്റെ പകുതിയോളം എന്ന് പറയുന്ന വിധം സ്ഥലമുണ്ടായിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. കുടിച്ച് തീർത്ത് ഏതൊരു അവസ്ഥയിലും മക്കൾക്ക് പിന്നെ പറഞ്ഞ് മക്കളെല്ലാം കൂടെ കൂടി എന്തെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടാകാം ഒരു 23 സെൻറ്റ് സ്ഥലം എൻ്റെ അപ്പന് കൊടുത്തിരുന്നു. അപ്പോൾ ആ സ്ഥലത്ത് വന്നിട്ട് എൻ്റെ അപ്പൻ കാട്ടിൽ പോയിട്ട് സ്വന്തം ഒരാൾ പോലും സഹായിക്കാനില്ല, വീട്ടുകാരില്ല, നാട്ടുകാരില്ല, സുഹൃത്തുക്കളില്ല, എല്ലാവരും വെറുത്തിരിക്കുകയാണല്ലോ. കാട്ടിൽ പോയിട്ട് ഇല്ലിയുണ്ട്, മുള എന്ന് പറയും, അത് വെട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹം ഒരു മാടം പോലെ, ഇന്ന് പണ്ടത്തെ കാലത്തൊക്കെ ഉള്ള ആളുകൾക്കറിയാം, ഇല്ലി മെടഞ്ഞിട്ട് അതിൻ്റെ മേളിൽ കച്ചിയിടും. കച്ചി എന്ന് പറയുന്നത് നമ്മുടെ നെല്ല് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനം കച്ചി എടുത്തിട്ട് പുതച്ച് ആ ഇല്ലി കുത്തി അതിൽ മണ്ണ് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു കുടില് പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് കോരിച്ചൊരിയുന്ന മഴയത്താണ്, ഒരു മഴക്കാലത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ആരും സഹായിക്കാനില്ല, എല്ലാവരും കണ്ടിട്ട് പോകുന്നുണ്ടെന്നല്ലാതെ ഒരാളൊന്ന് മണ്ണ് പിടിച്ചു കൊടുക്കാൻ, ഒരു ഇല്ലി എടുത്തു കൊടുക്കാൻ ഒന്നും ആരും വന്നില്ല. എന്നിട്ട് അദ്ദേഹം അങ്ങനെ ഒരു കഷ്ടപ്പെട്ടൊരു കുടിൽ കെട്ടി, അതിൽ മണ്ണൊക്കെ തേച്ച് പിടിപ്പിച്ച് കച്ചിയൊക്കെ മെഞ്ചി, കച്ചി എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, അത് എല്ലാം വെച്ചിട്ട് ഒരു ചെറിയ ഒരു കുടിൽ പോലെ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിലേക്കാണ് എൻ്റെ അമ്മ എന്നെയും കൊണ്ട്, പ്രസവിച്ച ശേഷം എന്നെയും കൊണ്ട് കയറി വരുന്നത്. എൻ്റെ ബാല്യകാലം മുഴുവൻ ആ ഒരു കുടിലിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. മണ്ണ് തേച്ച, കച്ചി മേഞ്ഞ, ഇല്ലി കൊണ്ട് മെടഞ്ഞ ഒരു കുടിൽ. ഏത് സമയത്തും പാമ്പൊക്കെ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പാമ്പെല്ലാം പൊത്തിക്കൂടെ കയറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം പള്ളിയിലെ പരിപാടികളൊക്കെ നടക്കും. അപ്പോൾ ഈ പ്രാർത്ഥനാ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് ഈ പള്ളിയിൽ നിന്ന് വരുന്ന ആളുകൾ ഒക്കെ അവിടെ ഇരിക്കുമ്പോൾ അവരെങ്ങാനും ഒന്ന് ചാരിയാൽ അത് മറയോ എന്നുള്ള ഭയത്തിലാണ് നമ്മളിരിക്കുന്നത്. കാരണം അത്രയ്ക്കും വീക്കാണത്. അത് മാത്രമല്ല, പലപ്പോഴും നമ്മൾ ഇപ്പോൾ സ്കൂൾ വിട്ടും നഴ്സറി വിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ പാമ്പൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. അതിലൊരു ഓർമ്മയാണ്, ഞാൻ ഒരിക്കൽ അടുക്കള പോലൊരു ഭാഗമുണ്ട്, അവിടെ ചെന്ന് ഞാൻ പണ്ട് ഉറി എന്ന് പറഞ്ഞൊരു സംഭവം ഇങ്ങനെ തൂക്കിയിടുന്ന പല സാധനങ്ങൾ സൂക്ഷിക്കുന്നത്. അതിൽ നിന്നൊരു ചേര എന്ന് പറഞ്ഞൊരു ടൈപ്പ് പാമ്പുണ്ട്, ഒരു വലിയ പാമ്പാണ്, കടിക്കുകയൊന്നുമില്ല. പക്ഷേ ആ പാമ്പിങ്ങനെ ഇങ്ങനെ ആ ഉറിയിൽ ചുറ്റി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ ഉണ്ട്. മാത്രമല്ല, അന്നൊക്കെ ധാരാളം ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചതുകൊണ്ട് ഒന്നാമത് ആളുകൾ ആരും അടുപ്പിക്കുന്നില്ല. വളരെ തുച്ഛമായിട്ടുള്ള വർക്ക് മാത്രമേ, കൂലിപ്പണി മാത്രമേ എൻ്റെ അപ്പന് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വീട്ടിലെന്നും പട്ടിണിയാണ്. പട്ടിണി ഞങ്ങളെ കഴിച്ചിട്ടില്ലെങ്കിലും അവർ ധാരാളം പട്ടിണി കിടന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഭക്ഷണം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലൊക്കെ നമുക്ക് മാക്സിമം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണം എന്ന് പറയുന്നത് കഞ്ഞി, അതുപോലെ മുളക് പൊട്ടിച്ചത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ബിരിയാണി, ഇപ്പം ഇന്നത്തെ കാലത്തൊക്കെ ആളുകൾ, ഇപ്പം ഞാനാണെങ്കിൽ പോലും ഇഷ്ടംപോലെ ബിരിയാണിയൊക്കെ തിന്നുന്നുണ്ട്. അന്നൊരു ബിരിയാണി തിന്നണമെങ്കിൽ ഒരു കല്യാണം വരണം നാട്ടിൽ. അതും അന്ന് കല്യാണമൊന്നും വിളിക്കില്ല, ഇങ്ങനെയൊക്കെ പോയതുകൊണ്ട് പല കല്യാണം വിളിക്കില്ല. ആരെങ്കിലുമൊക്കെ തോന്നി വിളിച്ച് ഒരു വർഷം 2 വർഷം കൂടുമ്പോൾ ഒരു കല്യാണം വിളിച്ചാൽ ഒരു ബിരിയാണി തിന്നാനെങ്കിലും പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ വളരെ ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്. അപ്പം മാത്രമല്ല, ദാരിദ്ര്യത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീട്ടിൽ കഞ്ഞി വെക്കുന്ന കലം അലുമിനിയത്തിൻ്റെ കലമാണ്. അപ്പം ഭക്ഷണം മേടിക്കാൻ, അരി മേടിക്കാൻ കാശില്ല. അപ്പം എന്ത് ചെയ്തു, കഞ്ഞി വെക്കുന്ന കലം എൻ്റെ അപ്പൻ ചവിട്ടി കൂട്ടിയിട്ട് ആ കലം കൊണ്ടുപോയിട്ട് അങ്ങാടി കൊണ്ടുപോയി വിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അരി മേടിച്ച് വരാം, അത് തിരിച്ചു വരുമ്പം അരി ഇടാൻ കലമില്ല. അങ്ങനെ ദാരിദ്ര്യത്തിൻ്റെയും വേദനകളുടെയും പ്രയാസങ്ങളും മധ്യത്തിൽ തന്നെയാണ് ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇല്ലായ്മ ധാരാളം അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കളിപ്പാട്ടവും കുട്ടികളൊക്കെ ഒരു കളിപ്പാട്ടമൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ, ഒരു സൈക്കിളൊക്കെ ആയിട്ട് പോകുന്ന കാണുമ്പോൾ
നമുക്കറിയാം, നമ്മുടെ അവസ്ഥ അറിയുന്നുണ്ട്. ഒരു പ്രാവശ്യം അപ്പനോട് ചോദിച്ചിട്ടില്ല എനിക്കൊരു കളിപ്പാട്ടം വേണം, അല്ലെങ്കിൽ എനിക്കൊരു സൈക്കിൾ വേണം, അല്ലെങ്കിൽ എനിക്കൊരു പന്ത് വേണം. അതൊന്നും നമ്മൾ ചോദിച്ചിട്ടുമില്ല. അതൊന്നും ഇടിച്ചു തരാൻ പറ്റുന്ന സ്ഥിതിയിലായിരുന്നു. കാരണം ഫൈറ്റിംഗ് ആയിരുന്നു, അതായത് അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റിംഗ് ആയിരുന്നു അദ്ദേഹം. പക്ഷേ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നല്ല പ്രാധാന്യം കൊടുത്തു. കാരണം വിദ്യാഭ്യാസം കിട്ടാതെ പോയ ഒരു മനുഷ്യന്, വളരെ ആഗ്രഹിച്ചിട്ട് 4ാം ക്ലാസ് വരെ പഠിക്കാൻ പോയ ഒരു മനുഷ്യൻ്റെ ഒരവസ്ഥ നമുക്കറിയാവുന്നതുകൊണ്ടും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നതുകൊണ്ടും വിദ്യാഭ്യാസത്തിനെ മനുഷ്യനെ മാറ്റാൻ പറ്റും, മനുഷ്യൻ്റെ സ്ഥിതിഗതികളെ മാറ്റാൻ പറ്റുമെന്നുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നതുകൊണ്ടും മക്കളെ 2 രീതിയിൽ നന്നായി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോകണമെങ്കിൽ പോലും, നമ്മളൊക്കെ വലിയ സ്കൂളുകളൊന്നും അല്ല, സാധാരണ ട്രൈബൽ സ്കൂളുകളോ അല്ലെങ്കിൽ സർക്കാർ സ്കൂളുകൾക്കാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ പോലും അവിടുത്തെ വിദ്യാഭ്യാസത്തിന് പണം വേണം, യാത്രയ്ക്ക് വണ്ടിക്കൂലി വേണം, അവിടെ ഫീസ് കൊടുക്കാൻ വേണം, അല്ലെങ്കിൽ അവിടെ പുസ്തകങ്ങൾ മേടിക്കാൻ വേണം, യൂണിഫോം വേണം. ഇതൊക്കെ സംബന്ധിച്ച് അന്ന് വെറും 50 രൂപയ്ക്കും 70 രൂപയ്ക്കും ഒരു ദിവസം കൂലിപ്പണി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ ദുഷ്കരമായൊരു കാലഘട്ടം. കുടുംബം നോക്കണം, അതിൻ്റെ ഇടയിൽ ധാരാളം രോഗങ്ങളുടെ ഒരു പരമ്പരയുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞങ്ങളെ അദ്ദേഹം സ്കൂളിലേക്ക് അയക്കുകയാണ്. അങ്ങനെ സ്കൂളിൽ പോയി ഞങ്ങൾ അപ്പൻ്റെ കഷ്ടപ്പാടും അധ്വാനവും ബുദ്ധിമുട്ടും, അപ്പം മാത്രമല്ല അമ്മയും അന്ന് പണിക്ക് പോകുന്നുണ്ട്, എല്ലാവരും കഷ്ടപ്പെടുകയാണ്. അവരുടെയൊക്കെ ബുദ്ധിമുട്ട് അറിയുന്നു. ഈവൻ എൻ്റെ ചേട്ടൻ പോലും ചെറുപ്പത്തിൽ ഇല്ലി വെട്ടാനും ഇതിനൊക്കെ ആയിട്ട് അപ്പൻ്റെ കൂടെ പോകുന്നുണ്ട്. ഞാൻ പോലും പറഞ്ഞാൽ വിശ്വസിക്കില്ല, 5 വയസ്സുള്ള സമയത്ത് 5 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കുട്ടികൾ എന്ത് ചെറുതാണ്. അന്നത്തെ കാലത്ത് ഇഞ്ചി പതിപ്പിക്കുക എന്ന് പറയും. അതായത് ഇഞ്ചിക്കണ്ടം, അതായത് നമ്മൾ പാട്ടത്തിനൊക്കെ ഇഞ്ചി എടുത്ത് നടും, അങ്ങനെയൊക്കെയാണ് കുറച്ച് പൈസ ഉണ്ടാക്കുന്നത്. അന്ന് ആ സമയത്ത് ഇഞ്ചി പതിപ്പിക്കാനായിട്ട് കുഞ്ഞു കൈകളായിട്ട് കുഞ്ഞു കൊട്ടയമായിട്ട് അന്ന് ഇഞ്ചിക്കളത്തിലേക്ക് അന്നും പണിയെടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട് 5ാമത്തെ വയസ്സിലും. അപ്പം അങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ വളരെ സ്ട്രഗിൾ ചെയ്തു. വളരെ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ വളരെയധികം സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടുകളും സ്ട്രഗിളുകളും കഷ്ടപ്പാടുകളും, എൻ്റെ ഒപ്പം ചെയ്യാത്ത പണികളൊന്നുമില്ല, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ വിടുന്നത്, ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കണ്ടു വളർന്നുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് പഠിക്കുമായിരുന്നു. 2 പേരും നന്നായിട്ട് പഠിക്കും. അങ്ങനെ ചേട്ടൻ പഠിച്ച് മുമ്പോട്ട് പോകുന്നു, ഞാനും അങ്ങനെ പഠിച്ച് മുമ്പോട്ട് പോകുന്നു. അങ്ങനെ ഞാൻ വേലിയമ്പം എന്ന് പറഞ്ഞൊരു സ്കൂളിൽ, ഒരു എയ്ഡഡ് സ്കൂളാണ്, പക്ഷേ കൂടുതലും ട്രൈബലായിട്ടുള്ള ആളുകളാണ് പഠിക്കുന്നത്. കാരണം ഒരു ഗ്രാമീണ മേഖലയാണ്, ട്രൈബൽ സെറ്റിൽമെൻറ്റുകളുടെ അടുത്തൊക്കെയുള്ള മേഖല ആയതുകൊണ്ട് തന്നെ ഒരു 60% ആളുകൾ ട്രൈബലായിട്ടുള്ള ആളുകൾ, ഒരു 40% നാട്ടുകാരായിട്ടുള്ള പിള്ളേരുടെ കുട്ടികളും പഠിക്കുന്ന ഒരു സ്കൂളും. ആ സ്കൂളിൽ ഞാൻ പോയി ചേരുകയും ഏകദേശം ഒരു 10 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ആ സ്കൂളിൽ പഠിക്കുകയും ചെയ്തു. ആ സ്കൂളിൽ ഞാൻ വളരെ വലിയൊരു താരമായിരുന്നു. ഇന്നും ഏകദേശം 15-20 വർഷങ്ങൾക്ക് അപ്പുറവും എന്നെക്കുറിച്ച് ചോദിച്ചാൽ അവിടെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പറയാൻ പറ്റും, അതുപോലത്തെ ഒരു താരമായിരുന്നു. കാരണം അതുപോലെ സ്പോർട്സ്, അതുപോലെ തന്നെ പല മേഖലകളിലും അന്ന് വേലിയമ്പം സ്കൂളിന് വേണ്ടിയിട്ട് ധാരാളം മത്സരങ്ങളിൽ പോയി ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലെല്ലാം ധാരാളം പ്രൈസുകൾ മേടിച്ചു കൊണ്ടുവന്നൊരു വ്യക്തിയാണ് ഞാൻ. മാത്രമല്ല അതിലൊക്കെ പലതും എടുത്തു പറയുമ്പോൾ ജില്ലാ പ്രസംഗ മത്സരത്തിൽ എനിക്കൊരു പ്രാവശ്യം ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലോങ് ജമ്പിന്, അതായത് ജില്ലാ മത്സരത്തിൽ ലോങ് ജമ്പിന് എനിക്ക് സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പല സ്കൂളുകളും തമ്മിലുള്ള മത്സരങ്ങൾക്കെല്ലാം ഞാൻ പ്രൈസ് കൊണ്ടുവരും. അന്ന് ഓൾ ഇന്ത്യ മീൻസ് മെറിറ്റ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അന്ന് അധികം ആളുകൾക്ക് കിട്ടാത്ത, ഏകദേശം സംസ്ഥാനത്ത് പോലും 14 പേർക്കൊക്കെ കിട്ടുന്നൊരു സാധനം ആദ്യമായിട്ട് വയനാട് ജില്ലയിൽ വേലിയമ്പം സ്കൂളിൽ കൊണ്ടു കൊടുത്തത് ഞാനാണ്. അത് എഴുതി എക്സാം എഴുതി പാസ്സായി. അങ്ങനെ പല മേഖലകളിലും ഇപ്പം സ്പോർട്സിലും ആർട്സിലും എല്ലാം ഒരു സ്വാധീനമായിട്ട് നിന്നതുകൊണ്ട് തന്നെ സ്കൂളിലൊരു താരമായിരുന്നു ഞാൻ എന്നെ പറ്റി പൊക്കി പറയുന്നതല്ല, ഞാൻ അത്യാവശ്യം അറിയപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു അവിടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ സ്കൂൾ ലീഡർ ആയിരുന്നു പലവട്ടം എന്നല്ല, ഞാൻ അവിടുന്ന് പോരുന്നത് വരെ സ്കൂൾ ലീഡറായിരുന്നു. ഏകദേശം +2 വരെയുള്ള സ്കൂൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. പക്ഷേ ഞാൻ 8ലും 9ലും 7ലൊക്കെ പഠിക്കുന്ന സമയത്തും 10ൽ പഠിക്കുന്ന സമയത്തെല്ലാം 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ ആ സ്കൂളിൻ്റെ ലീഡറായിരുന്നു. +2 വരെയുള്ള സ്കൂളിൻ്റെ ലീഡറായിരുന്നു. എല്ലാ ഹൗസുകളുടെയും ക്യാപ്റ്റനായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും അറിയപ്പെടുന്ന, സ്പോർട്സിലും ആർട്സിലും എല്ലാം അറിയപ്പെടുന്ന, അല്ലെങ്കിൽ പഠിത്തത്തിൽ ഏറ്റവും ഫസ്റ്റായിട്ട് നിൽക്കുന്നത് ട്രൈബൽ സ്കൂളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ പൊട്ടിക്കാൻ വേറെ ആരുമില്ല എന്ന് വിചാരിച്ച് അങ്ങനെയല്ല, അവർ പഠിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ സ്വതവേ ആ കാലഘട്ടത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ വല്ല അന്ന് കുറച്ചും കൂടെ സാമ്പത്തികം അല്ലെങ്കിൽ എന്താണ് പറയുന്നത് പഠിത്തത്തിലേക്ക് പിന്നോക്കം നിൽക്കുന്ന ഒരാളുകളാണ് ഈ ട്രൈബൽ വിഭാഗങ്ങൾ വരുന്നത്. ഇന്ന് അവർ നല്ല രീതിയിൽ മുന്നേറുന്നുണ്ട്, അതിൽ സന്തോഷം. അപ്പം ആ കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്റ്റാറായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം.
അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വേലിയമ്പം സ്കൂൾ ഗ്രൗണ്ടിൽ ഒരു ഫുട്ബോൾ മത്സരം നടക്കുന്നത്. അപ്പം ഞാൻ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനാണ്, ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അപ്പോൾ ഫുട്ബോൾ മത്സരം നടക്കുന്ന ഒരു സമയത്ത് ഒരു വ്യക്തി, ഒരു കൂട്ടുകാരൻ, അദ്ദേഹം തൊടുത്തു വിട്ടൊരു പന്ത് നല്ല സ്പീഡിൽ പാഞ്ഞു വന്നിട്ട് എൻ്റെ ഇടത് വശത്ത് വയറിൻ്റെ മുകളിലായിട്ട് അത് വന്നിട്ട് നല്ല ശക്തിയായിട്ട് പതിച്ചു. ഞാനപ്പോൾ എന്ത് ചെയ്തു, എനിക്ക് വളരെ വേദന എടുത്ത് ഞാൻ പെട്ടെന്ന് മറിഞ്ഞു കിട്ടി വീണു. എനിക്ക് കുറച്ച് നേരത്തേക്ക് ബോധം പോകുന്ന ഒരവസ്ഥയുണ്ടായി. അതിനുശേഷം ഞാൻ പിന്നെ എണീറ്റു, ആളുകളെല്ലാം പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവിടെ എല്ലാം അന്നേരം ഒരു ചെറിയ വേദന എടുത്തു, പിന്നെ അതങ്ങ് മാറി. അതുകൊണ്ട് നമ്മളത്ര കാര്യമായിട്ട് എടുത്തില്ല. പിന്നീട് നമ്മൾ വീട്ടിൽ വന്നാലും നമുക്ക് വേദന ഉണ്ടെങ്കിലും നമ്മൾ പറയാൻ വേണ്ടി നിൽക്കില്ല. കാരണം വേദന ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഡോക്ടറെ കാണാൻ പോകാനുള്ള പൈസയൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഞാൻ എന്ത് പറയാനാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും പറഞ്ഞില്ല. കുറച്ച് കാലം കഴിഞ്ഞപ്പം ഒരു 1-2 ആഴ്ചയോളം പിന്നെ വേദന കുറഞ്ഞു വരാൻ തുടങ്ങിയത്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഞാനും എൻ്റെ അമ്മയും ചേട്ടനും ഫാദറും കൂടെ ഉണ്ട് തോന്നുന്നു. ഞങ്ങൾ മാങ്ങ പറിക്കാനായിട്ട്, അന്നത്തെ കാലഘട്ടത്തിൽ ഒരു കോട്ടമാങ്ങ എന്ന് പറഞ്ഞൊരു മാങ്ങയുണ്ട്, ഇന്നും ഉണ്ടാവും. ആ മാങ്ങ പറിക്കാനായിട്ട് ഞങ്ങൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അന്നേരം അങ്ങനെ അവിടെ ആ തോട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് വളരെ കലശലമായിട്ടുള്ളൊരു വേദന വരികയാണ്. വേദന എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല, അതുപോലൊരു വേദന വയറ് ഭാഗത്ത്. അങ്ങനെ ആ രാത്രിയിൽ, അന്ന് പകലാണ് സംഭവിക്കുന്നത്, എന്നിട്ട് പോയില്ല, എവിടെയും ഡോക്ടറെ ഒന്നും കാണിക്കാൻ പോയില്ല. രാത്രിയിൽ ഞാൻ വന്ന് കിടക്കുകയാണ്. കിടക്കുമ്പോഴത്തേനും ഈ വേദന എന്ന് പറയുന്നത് വളരെ കലശലായിട്ട് മാറുകയാണ്. സഹിക്കാൻ പറ്റാത്തത്ര വേദനയാണ്. എനിക്ക് രാത്രിയിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, മരിച്ചു പോകുന്ന രീതിയിലുള്ളൊരു വേദന. അങ്ങനെ വണ്ടി പിടിച്ച് പോകാനുള്ള നിവൃത്തിയൊന്നുമില്ല. കൊണ്ടോണം സീരിയസ് ആണെന്ന് മനസ്സിലായി അപ്പനും അമ്മയ്ക്കും. പക്ഷെ നിവൃത്തിയില്ല. കാരണം ഒന്നാമത് ആ നാട്ടിൽ വാഹനം വളരെ കുറവാണ്. ഉള്ളവരൊക്കെ വലിയ മുതലാളിമാർക്കൊക്കെ വാഹനമുള്ളൂ, അവരൊന്നും തന്നുവിടില്ല. രണ്ടാമത് ഒരു വാഹനം നമ്മൾ വിളിക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല പൈസ കൊടുക്കണം അല്ലേ. അത്രയും പൈസ കൊടുക്കാനുള്ള ₹1 പോലും ഇല്ലാതെ ദരിദ്രത്തിലിരിക്കുന്ന ഒരവസ്ഥ. അപ്പം നമുക്കതുകൊണ്ട് ഒരു നിവൃത്തിയില്ല, സഹിച്ചേ മതിയാവുള്ളൂ. അങ്ങനെ സഹിച്ച് രാവിലെ ഒരു 8 മണിയാകുമ്പോൾ ഒരു ബസ്സുണ്ട്. 8 മണിയാവണം. ആ ബസ് മാനന്തവാടിക്ക് പോകുന്നൊരു ബസ്. അത് അന്നത്തെ കാലത്ത് 1-2 ബസ് മാത്രമേ ആ നാട്ടിൽ കൂടെ ഓടുന്നുള്ളൂ. അപ്പോൾ 8 മണിയാകുമ്പോൾ ആ ബസ്സിനകത്ത് കയറ്റി. അപ്പോൾ എനിക്കിത് സംഭവിക്കുന്നത്, ഞാൻ ഏകദേശം 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് 13 വയസ്സുള്ള കാലഘട്ടത്തിലാണ്. അപ്പം എന്നെ ബസ്സിൽ കയറ്റിയിട്ട് നേരെ മാനന്തവാടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എൻ്റെ മാതാപിതാക്കൾ. എനിക്കാണെങ്കിൽ വേദന ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അതികഠിനമായ മരണകാരണമായ വേദന പോലെ ഒരു വേദനയാണ്. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ മാനന്തവാടി ഹോസ്പിറ്റൽ എങ്ങനെയാണെന്ന് വെച്ചിട്ട്, അന്നത്തെ കാലത്ത് ഇന്ന് കാണുന്ന യാതൊരു സൗകര്യമില്ല. ഇന്നും സൗകര്യമില്ലെന്ന് ആളുകൾ പരാതിപ്പെടുന്നുണ്ട്. പക്ഷേ അന്ന് പറയുന്നത് ഒരു സൗകര്യമില്ലാത്തൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ എനിക്ക് അവിടെ ബെഡൊന്നുമില്ല കിടക്കാൻ. വളരെ സീരിയസ് ആയിട്ട് വളരെ വേദനയായിട്ട് വരുന്നതാണ്, പക്ഷേ യാതൊരു ബെഡും ഇല്ല. അതുകൊണ്ട് തന്നെ നിലത്ത് കിടക്കേണ്ടി വന്നു. കാരണം ബെഡൊന്നും ഇല്ലാത്തതുകൊണ്ട് നിലത്ത് ആളുകൾ ഇങ്ങനെ കൂടി കിടക്കുകയാണ്. കാലൊടിഞ്ഞവരും മുറിവുണങ്ങിയവരെല്ലാം ഒരു സൗകര്യമില്ലാത്തൊരു ഹോസ്പിറ്റൽ പോലെ നിലത്ത് കിടക്കുക. അവിടെ രാവിലെ കിടന്ന് ഉച്ചയായി ഒരു ഡോക്ടർ ഒന്ന് നോക്കാൻ. ഉച്ചയായിട്ട് വന്ന് നോക്കിയപ്പോൾ ഡോക്ടർ ഇങ്ങനെ വന്ന് നോക്കി പരിശോധിച്ചപ്പം ഡോക്ടർ പറഞ്ഞു, സീരിയസ് ആണ്, ആൾ പോകാനായി, സീരിയസ് ആണ്. എത്രയും വേഗം ഒരു 4 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ പറ്റിയ, ചിലപ്പം, ഉറപ്പൊന്നുമില്ല, ചിലപ്പം രക്ഷിക്കാൻ പറ്റിയേക്കും. അപ്പം ഞാൻ വെറും 13 വയസ്സുള്ളൊരു ബാലനാണ്. എൻ്റെ ശരീരം വളരെ വീക്കായി ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും അറിയുന്നില്ലേ, കുഴപ്പമില്ല. ഇത് കഠിനമായ വേദനയും കൂടെയാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഏകദേശം 5-6 മണിക്കൂർ. ആ കാലഘട്ടത്തിൽ ചുരം പോലും നല്ല ചുരമല്ല, നല്ല റോഡുകളില്ല. അവിടെ എത്തിക്കുക എന്ന് പറയുന്നത് ദുഷ്കരമായ കാര്യമാണ്. അത് ഏറ്റവും ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്ര സമയത്തിൽ എത്തിക്കുക, 4 മണിക്കൂറിൽ എത്തിക്കുക എന്ന് പറയുന്നത്. രണ്ടാമത്, അവിടം വരെ പോകാനുള്ള ഒരു വണ്ടി വിളിക്കാനോ ആംബുലൻസിന് കൊടുക്കാനോ പണം എവിടെ? ₹1 പോലും കയ്യിലില്ലാത്തൊരവസ്ഥ. അന്ന് ആംബുലൻസ് ഒട്ടും അവൈലബിളും അല്ല. അന്ന് അന്വേഷിച്ചപ്പോൾ ഇനിയിപ്പം എന്തെങ്കിലും കാണിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ആംബുലൻസ് അവൈലബിൾ അല്ല. അന്ന് എൻ്റെ അപ്പൻ ഒരു ഓടിയ ഓട്ടോ ഉണ്ട്. ഈ പണത്തിന് മനുഷ്യൻ്റെ ലൈഫിൽ എത്ര പ്രാധാന്യമുണ്ടെന്നുള്ളതൊക്കെ അന്നേരത്തെ അവസ്ഥകളിലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറിയാവുന്ന ആളുകളുടെ എല്ലാം കൈയും കാലും പിടിച്ച് കരഞ്ഞുകൊണ്ട് എൻ്റെ അപ്പൻ ഓടി. എവിടെയും ഒരു രക്ഷയില്ല. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഒരു ദൈവദൂതനെ പോലെ ഒരു മനുഷ്യൻ, നമ്മുടെ പള്ളിയിൽ വരുന്നൊരു സഹോദരൻ, അദ്ദേഹം അവിടെ വരികയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ, പിന്നെ പപ്പയുടെ
ഒരു ചേട്ടൻ വന്ന്, പുള്ളിയും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, പുള്ളിയും കൂടെ കൂടിയിട്ട് ഒരു ജീപ്പ് വിളിച്ച് പിന്നെ കോഴിക്കോടേക്ക് കൊണ്ടുപോവുകയാണ്. ജീപ്പിനൊന്നും പണം കൊടുക്കാൻ എൻ്റെ അപ്പൻ്റെ കയ്യിലില്ല, പക്ഷേ എങ്ങനെയൊക്കെയോ അതൊക്കെ നടന്നു. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏകദേശം 4-5 മണിക്കൂർ കൊണ്ട് എത്തി. അപ്പോഴത്തേനും എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വഷളമായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ആൾ പോയി എന്നുള്ളൊരു ലെവലിലേക്ക് എത്തി. ഉടനെ തന്നെ അവരെന്നെ അവിടേക്ക് കൊണ്ടുവന്നിട്ട് അവർ സ്കാനിങ് കാര്യങ്ങളെല്ലാം ചെയ്തപ്പം അവർക്ക് കണ്ടെത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത് വയറ് നിറയെ പഴുത്തിരിക്കുകയാണ്. അതായത് കുടലിൻ്റെ ഭാഗങ്ങൾ, ഈ പാങ്ക്രിയാസ് പോലെയുള്ള ഗ്രന്ഥികളുടെ ഭാഗങ്ങളെല്ലാം പഴുത്ത് ഇൻഫെക്ഷനായിരിക്കുകയാണ്. ഇത് സംഭവിച്ചതെന്ന് പറയുന്നത് അന്ന് കൊണ്ട ബോളില്ലേ, അതിൻ്റെ ആഘാതം ഇൻറ്റേർണൽ ഇഞ്ചുറി ആയിട്ട് ഇരുന്നിട്ട് അത് ഇൻഫെക്ഷൻ വന്ന് പഴുത്ത് പല അവയവങ്ങളിലേക്കും അത് വ്യാപിച്ചു, ഇൻഫെക്ഷനെ. അപ്പം അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ അപ്പം അധികം സമയമില്ല അതിന് മുമ്പോട്ട് പോകാൻ. അന്നേരം ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്യുന്നതിന് പൈസ വേണം, അതുപോലെ തന്നെ പല സ്കാനുകൾക്കും കാര്യങ്ങൾക്കെല്ലാം പൈസ വേണം. അപ്പം അപ്പൻ അതിനുള്ള ഓട്ടത്തിലാണ്. കാരണം എൻ്റെ കൂടെ നിൽക്കാൻ പോലും സമയമില്ല, കാരണം ഇത് ഉണ്ടാക്കണം എങ്ങനെയാലും. അപ്പോൾ എവിടെ പോയി ചോദിക്കും, ആരുടെ അടുത്ത് ചോദിക്കും എന്നും ഈ ഓട്ടമാണ്. കാരണം എവിടെ ചോദിച്ചാലും ആരും തരാനില്ല. അന്നത്തെ കാലത്ത് ഒരു 10-40,000 രൂപകളൊക്കെ ആവും മൊത്തത്തിൽ. അപ്പോൾ അത്രയും പൈസയൊന്നും ഉണ്ടാക്കാനുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു സാധുക്കളായ മനുഷ്യരെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ അമ്മ മാത്രമാണ് എൻ്റെ കൂടെ. അമ്മയാണെങ്കിൽ ഇങ്ങനെ എനിക്ക് ധൈര്യം പറഞ്ഞും കരഞ്ഞുകൊണ്ടും, അതുപോലെ തന്നെ ആദ്യമായിട്ട് മെഡിക്കൽ കോളേജ് വലിയൊരു ഹോസ്പിറ്റലും കാണുന്നത്, എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയില്ല അപ്പോഴത്തിന്. പക്ഷേ അത് ഓടി നടക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു അവസ്ഥ. അതിൻ്റെ ഇടയിലാണ് എനിക്ക് മൂത്രത്തിന് ട്യൂബിടണം എന്ന് പറയുന്നത്. എനിക്ക് അന്ന് വരെ മൂക്കിക്കൂടെ ട്യൂബ് ഇട്ടിട്ടുണ്ട്, വയറ് തുളച്ച് ട്യൂബ് ഇടുന്നുണ്ട്, അതുപോലെ മൂത്രത്തിന് ട്യൂബ് ഇടുന്നുണ്ട്. അപ്പം ഓപ്പറേഷന് മുമ്പായിട്ട് എൻ്റെ വയറ്റിൽ കെട്ടിക്കിടക്കുന്ന സാധനങ്ങൾ പെട്ടെന്ന് വലിച്ച് കളയാൻ വേണ്ടി, കാരണം എനിക്ക് വയറ്റിൽ നിന്നൊന്നും പോകുന്നില്ല, വയറ്റിൽ നിന്നൊരു ഗ്യാസ് പോലും പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് എനിക്ക് മൂത്രത്തിന് ട്യൂബ് ഇടണം. ഈ മൂത്രത്തിന് ട്യൂബ് ഇട്ടിട്ടുള്ള ആളുകൾക്കറിയാം അത് ചില കേസുകൾ അനസ്തേഷ്യ നൽകില്ല. എൻ്റെ കേസിൽ അവർക്ക് അനസ്തേഷ്യ നൽകാൻ പറ്റത്തില്ല. കാരണം തളർന്നെങ്കിൽ ഞാനങ്ങ് പെട്ടെന്ന് വടിയായി പോയാലോ എന്ന് ആലോചിച്ചിട്ടായിരിക്കും. എന്താണ് അതിൻ്റെ കാരണം എന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. പക്ഷേ അനസ്തേഷ്യ നൽകാതെ അവരെന്നെ ആ റൂമിൽ കയറ്റിയിട്ട് അവർ മൂത്രത്തിൻ്റെ ട്യൂബ് ഇട്ടു. ഒരു വല്ലാത്ത വേദനയായിരുന്നു. ഞാൻ വേദന കൊണ്ട് ഇങ്ങനെ എന്താണ് പറയുക, എൻ്റെ കൈയൊക്കെ ഞാനിങ്ങനെ സ്ട്രെച്ചറിൽ ഇങ്ങനെ പിടിച്ചിട്ട് എൻ്റെ നഖരൊക്കെ പൊളിഞ്ഞു പോയി. അത്രയ്ക്ക് വേദന, ഞാൻ കിടന്ന് കരഞ്ഞു. അങ്ങനെ എൻ്റെ മൂത്രത്തിന് ട്യൂബ് ഇട്ടു. പിന്നെ അവരെന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് മുകളിൽ ഫാനാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ വാർഡിൽ കിടക്കുകയാണ്. ഞാൻ പുരുഷന്മാരുടെ വാർഡിലാണ് കിടക്കുന്നത്. കാരണം എനിക്ക് 13 വയസ്സ് പൂർത്തിയായതുകൊണ്ട് ഞാൻ കുട്ടിയായിട്ട് കൂട്ടാനും പറ്റത്തില്ല, എന്നാൽ പുരുഷനല്ല എന്നുള്ള അവസ്ഥയിലേക്ക് ആയതുകൊണ്ട് അവരെന്നെ പുരുഷന്മാരുടെ വാർഡിലാണ് കൊണ്ടിരിക്കുക. ചുറ്റും വളരെ ഇൻറ്റൻസീവ് കെയർ ആയിട്ടുള്ള ആ വാർഡാണ്. മിക്കവാറും ആളുകളെല്ലാം വരുന്നു, ഡെത്തായി പോകുന്ന ഒരു വാർഡ്. അപ്പോൾ ധാരാളം നമുക്ക് ചുറ്റിനും ആളുകൾ കരയുന്നതും ആളുകൾ ശ്വാസം വലിച്ചു പോകുന്നതും, ഇപ്പോൾ എൻ്റെ അടുത്ത് കിടന്ന ഒരാൾക്ക് മരിക്കുന്നതൊക്കെ ഞാൻ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്, അപ്പുറം ഇപ്പുറമൊക്കെ കിടക്കുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അന്തരീക്ഷത്തിൽ ആണ് ഞാൻ കണ്ണ് തുറക്കുന്നത്. നേരെ മേളിൽ ഫാൻ മാത്രമാണ്. അതിലൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എനിക്ക് തിരിയാനോ മറക്കാനോ പറ്റത്തില്ല. കാരണം എൻ്റെ വയറിൻ്റെ ഇടത് ഭാഗത്ത് തുളച്ച് ട്യൂബ് ഇട്ട് വെക്കുകയാണ്. അതിൽ കൂടെ ഒരു പഴുപ്പ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഫുൾ ടൈം ഗ്ലൂക്കോസ് ഇട്ട് ഞാനങ്ങ് ചീർത്തിട്ട്, ഞാൻ വളരെ മെലിഞ്ഞ ഒരാൾ. ഞാനിങ്ങനെ ഒരു ഫുട്ബോൾ പോലെയാണ് ചീർത്ത്. അപ്പം ഗ്ലൂക്കോസ് മാത്രമേ കയറുന്നുള്ളൂ. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് 8 മാസത്തേക്ക്, ഏകദേശം 8 മാസത്തോളം, 4 മാസം 4 മാസത്തോളം ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് എനിക്ക് ഒരു തുള്ളി വെള്ളം കിട്ടിയില്ല. ഈ ഗ്ലൂക്കോസ് മാത്രമാണ്. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. കാരണം ദഹന വ്യവസ്ഥ, കുടൽ ഗ്രന്ഥികളെല്ലാത്തിനും ബാധിച്ചു. പാങ്ക്രിയാസ് ഗ്രന്ഥിയുടെ 3-ലോ 2-ലോ ഒരു ഭാഗം മുറിച്ച് കളഞ്ഞു. അപ്പം മൊത്തത്തിൽ പ്രശ്നങ്ങളായതുകൊണ്ട് ഭക്ഷണം ഇറക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് ലിക്വിഡ് രൂപത്തിൽ പോലും ഭക്ഷണം തരുന്നില്ല, ജസ്റ്റ് ഗ്ലൂക്കോസ് മാത്രം. അതിൻ്റെ ഇടയിൽ എൻ്റെ ചുണ്ടിങ്ങനെ ഇരുന്ന് പൊട്ടിയിട്ട് ചോര ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും. കാരണം ഗ്ലൂക്കോസ് കയറിയാലും ചുണ്ട് നനയുന്നില്ലല്ലോ. അങ്ങനെ പൊട്ടിയിരിക്കുമ്പം ഒരു ഗ്ലാസ് സ്പൂണിൽ മുക്കിയിട്ടിങ്ങനെ നനയ്ക്കും. അതുമാത്രമാണ് അത്രയും മാസങ്ങളോളം കിടന്നത്. അതിനിടയ്ക്ക് അതികഠിനമായ വേദനയും പ്രയാസങ്ങളുമായിട്ട് ബുദ്ധിമുട്ടി. അങ്ങനെ ഒരു 4 മാസത്തോളം നരകയാതന കഴിച്ച് ചെറിയൊരു കുറവൊക്കെ കണ്ട് എന്നെ അവർ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ തിരിച്ച് കയറുകയാണ്, ചുരം കയറുക. അന്നത്തെ കാലത്ത് ചുരം കയറുക എന്ന് പോലും പറയുന്നത് പോലും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടം. അപ്പം എൻ്റെ അപ്പനാണെങ്കിൽ
സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിക്കുന്നുണ്ട്. പലയിടത്തു നിന്നും കടം മേടിച്ചും ഓടിയും എല്ലാമാണ് ഇപ്രകാരം എത്തിയത്. അങ്ങനെ ആ ചുരം കയറുന്ന അവസരത്തിൽ വീണ്ടും എനിക്ക് വേദന വരികയാണ്. വേദന എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന എന്ത് വേദനയാണോ അതിൻ്റെ ഇരട്ടി വേദന എനിക്ക് സംഭവിക്കുകയാണ്. അപ്പോൾ വീണ്ടും തിരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നപ്പം വീണ്ടും അവർ എന്നെ പരിശോധിച്ച് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, സംഭവം ഇനി കൈ നിൽക്കത്തില്ല, ഇനി ഇവിടെ നമുക്ക് ഇതിനില്ല, നമുക്ക് ചികിത്സിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോ. ഇതൊന്നും എന്നോട് പറയുന്നില്ല, എൻ്റെ ഫാദറിനോടും മദറിനോടാണ് പറയുന്നത്. നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോ, കുറച്ച് കാലം അങ്ങനെ പോയിട്ട് പിന്നെ പുള്ളി അങ്ങ് പോയിക്കോളും, അതായത് ഞാൻ മരിച്ചങ്ങ് പൊക്കോളും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം ഇനിയിപ്പോൾ ഇതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥ. അങ്ങനെ ഒരു നിവൃത്തിയുമില്ലാതെ എൻ്റെ അപ്പനും അമ്മയും എന്നെ കൊണ്ടുവരികയാണ് വയനാട്ടിലേക്ക്. അപ്പം എനിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. കാരണം അതുവരെ ഇല്ലാതിരുന്ന പല ആളുകളും നമ്മളെ വന്ന് കാണുന്നു. ഇവനെന്താ പെട്ടെന്ന് പോകാനുള്ള പരിപാടിയാണല്ലോ എന്നുള്ള രീതിയിൽ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുന്നു. നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ, ബുദ്ധിയുണ്ടല്ലോ നമുക്കും. അങ്ങനെ ഞാൻ മാസങ്ങളോളം വയനാട്ടിൽ എൻ്റെ വീട്ടിൽ രോഗിയായിട്ട് കിടക്കുകയാണ്. ഫുൾ ബെഡാണ്. അത് എഴുന്നേറ്റ് പോകാനോ നടക്കാനോ ഒന്നും പറ്റില്ല. ഇതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ അരച്ച് കലക്കി തരുന്നു, വേറൊന്നും കുടിക്കാനോ പറക്കാനോ തെറ്റുന്നില്ല, ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ 3-4 മാസങ്ങളോളം ഞാനവിടെ കിടക്കുകയാണ്. ടോട്ടൽ 8 മാസത്തിന് മുകളിൽ ഞാൻ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി തുടങ്ങി. മാത്രമല്ല എല്ലാവരും വരുന്നതും പോകുന്നതും കാണുമ്പോഴും മാതാപിതാക്കളുടെയൊക്കെ വിഷമങ്ങൾ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ മരിച്ചു പോകാനാണ് ഡോക്ടർമാർ വിധി എഴുതി വിട്ടേക്കുകയാണ്. അതുകൊണ്ട് ഇനി നമ്മൾ തിരിച്ചു വരവില്ല. പക്ഷേ ഇതിന് വേദനയും പ്രയാസങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്തേക്കാണ്. എൻ്റെ ഓപ്പറേഷൻ ചെയ്തതെന്ന് പറയുന്നത് എൻ്റെ വയറിൻ്റെ മേൽഭാഗം തൊട്ട് താഴെ അങ്ങ് അറ്റം വരെ വലിയൊരു കീറലാണ്. അപ്പോൾ അത് അതിൻ്റെ വേദനകളെല്ലാം അങ്ങനെ ഇരിക്കണം. അത് പഴുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ വീട്ടിൽ സൗകര്യങ്ങളെല്ലാം കുറവായതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും. അപ്പം ഇങ്ങനെ എല്ലാം കൊണ്ടും പണവും ഇല്ലായ്മയും ദാരിദ്ര്യവും അങ്ങനെ എല്ലാ പ്രയാസങ്ങളും എല്ലാം അനുഭവിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നേരെ ചേട്ടൻ പഠിക്കുന്നുണ്ട്. ചേട്ടൻ അന്നേരം എഞ്ചിനീയറിങ് കാര്യങ്ങളൊക്കെ, എഞ്ചിനീയറിംഗ് അല്ലല്ല പോളിടെക്നിക്ക് പഠിച്ച് പോകുന്നൊരു കാലഘട്ടം. അങ്ങനെ എനിക്ക് മനസ്സിലായി ഞാനും അധികകാലം മുമ്പോട്ട് പോകത്തില്ല, തീരാൻ വേണ്ടി പോവുകയാണ്. അപ്പം എനിക്ക് മനസ്സിലേക്കൊരു ഇത് വന്നു, എനിക്ക് ധാരാളം കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ചെയ്തു തീർക്കാനുണ്ട്. എനിക്ക് എന്താണ് പറയുന്നത്, ഇവിടം കൊണ്ട് തീരേണ്ട ഒരാളല്ല ഞാൻ അങ്ങനെയുള്ളൊരു ചിന്താഗതിയുമായിട്ട് മുമ്പോട്ട് പോകും. നമ്മളെപ്പോഴും ജീവിതത്തിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഏത് നെഗറ്റീവായിട്ടുള്ള കേസിനുമുള്ള ഒരു നല്ല ശാശ്വതമായിട്ടുള്ള ഒറ്റമൂല്യ പോസിറ്റീവ് ചിന്ത എന്ന് പറയുന്നത്. നമുക്ക് എന്ത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വന്നാലും ജസ്റ്റ് പോസിറ്റീവായിട്ട് ചിന്തിക്കാം നമ്മൾ. അത് നമ്മുടെ രോഗത്തിന് നല്ലൊരു വൈദ്യനാണ്. രണ്ടാമത് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കും, ദൈവമേ എന്നെ തിരിച്ചു കൊണ്ടുവരണേ എന്നുള്ള പ്രാർത്ഥന. അങ്ങനെ ആ പോസിറ്റീവ് ചിന്തയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഞാനങ്ങനെ മുമ്പോട്ട് പോയി. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കുറച്ച് വേദനയൊക്കെ കുറയുന്നതായിട്ടൊക്കെ തോന്നിയപ്പോൾ നമ്മൾ എന്നെയും കൂട്ടിയിട്ട് എൻ്റെ ഫാദറും മദറും വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെക്കപ്പ് പോലെ പോവുകയാണ്. എന്തായി എന്നറിയാം. കാരണം എന്തുകൊണ്ടാണിത് മരണം സംഭവിക്കുന്നില്ലല്ലോ, എന്തുകൊണ്ട് ഇങ്ങനൊരു വ്യത്യാസം വരുന്നു. മാത്രമല്ല എനിക്ക് കുറച്ചും കൂടെ ആരോഗ്യം വന്നു തുടങ്ങി, നടക്കാനും പറക്കാനൊക്കെ ആയി തുടങ്ങി. ചെന്ന് നോക്കിയപ്പം ഡോക്ടർമാർ റിസൾട്ട് അതായത് സ്കാൻ ചെയ്തിട്ട് അവരിങ്ങനെ സ്കാൻ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു. അതായത് ഇതുവരെ ഉണ്ടായിരുന്നൊരു പ്രശ്നം പോലും ഇപ്പോൾ അവിടെ കാണുന്നില്ല, എല്ലാം പെർഫെക്റ്റ്ലി ഓൾറൈറ്റായി. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു, അത് ഞങ്ങളുടെ ദൈവം സാധിപ്പിച്ചു തന്നതാണ് എന്ന് പറഞ്ഞു. അമ്മ നല്ല ദൈവവിശ്വാസിയാണ്, ഞാനും നല്ല ദൈവവിശ്വാസിയാണ്. അപ്പം അതൊരു തിരിച്ചുവരവായിരുന്നു. അവിടെ നിന്ന് പിന്നീട് ഞാൻ വളരെ ആരോഗ്യമുള്ളവനായിട്ട് ഊർജ്ജസ്വലനായിട്ട് വീണ്ടും തിരിച്ചു വന്നു. പിന്നീട് സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്തു. ഞാൻ നന്നായി പഠിക്കുന്ന ആളുകൊണ്ടും സ്കൂളിലെ ഒരു സ്റ്റാർ ആയിരുന്നത് കൊണ്ടും എന്നെ എനിക്കൊരു വർഷം പോയി. ഇതിന് പോലും എനിക്ക് ഡയറക്റ്റായിട്ട് 8ാം ക്ലാസ്സിലേക്ക് എന്നെ അവർ കൊണ്ടുവരുത്തി. വീണ്ടും ഞാൻ സ്കൂളിന് വേണ്ടിയിട്ട് ധാരാളം മത്സരങ്ങളിൽ പങ്കെടുത്തു, ധാരാളം പുരസ്കാരങ്ങൾ നേടി, സ്കൂൾ ലീഡറായിട്ട് തന്നെ തുടർന്നു. അങ്ങനെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി. നല്ല രീതിയിൽ 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോട് കൂടി അന്ന് പാസ്സായി. മാത്രമല്ല ഒരു നല്ല സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അതിനുശേഷം ഞാൻ എൻജിനീയറിംഗ് പഠിച്ചു. എൻജിനീയറിംഗ് നല്ല മാർക്കോട് കൂടി, ഒറ്റ സപ്ലി പോലും ഇല്ലാതെ പാസ്സായി. അങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ വീണ്ടും ഇത് സ്കൂൾ ടൈമിലല്ല നടക്കുന്നത്, ഇതൊരു പോളിടെക്നിക്ക്. അതായത് ഞാൻ പോളിടെക്നിക്ക് കഴിഞ്ഞിട്ടാണ്, +2 കഴിഞ്ഞ് പോളിടെക്നിക്കും കഴിഞ്ഞിട്ടാണ് ഞാൻ എൻജിനീയറിങ്ങിന് പോകുന്നത്. അങ്ങനെ പോളിടെക്നിക്കിൽ ആകുന്ന സമയത്ത്
വീണ്ടും എനിക്ക് ഭയങ്കരമായ രീതിയിൽ വേദനയും പ്രയാസവും വരികയാണ്. ഈ സമയത്ത് വേറൊരു സ്ഥലത്താണ് വേദന, പ്രത്യേകിച്ച് നെഞ്ച്, അതിൻ്റെ പുറകുവശങ്ങളിലൊക്കെ ഭയങ്കര വേദന. അങ്ങനെ വളരെ വേദനപ്പെട്ട് നിൽക്കുന്നൊരു സമയം, ഞാൻ പോളിയിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്നൊരു സമയമാണ്, മീനങ്ങാടി പോളിയിൽ. എന്നിട്ട് ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് എന്നെയും കൂട്ടിയിട്ട് ബസ്സിൽ എൻ്റെ അപ്പൻ ബത്തേരി ബസ് സ്റ്റാൻഡിൽ വരെ ചെല്ലുകയാണ്. ബത്തേരി ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോഴത്തേനും ഞാൻ മറിഞ്ഞു കിട്ടി, ബസ്സിൽ നിന്ന് താഴേക്ക് വീണു. കാരണം എനിക്ക് അവിടെ നിന്ന് പിന്നെ എണീറ്റ് നടക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് കഠിനമായ വേദനയായിപ്പോയി. അങ്ങനെ എന്നെ കൊണ്ടുപോയി പരിശോധിച്ച് ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വിറ്റാമിൻ്റെകളൊക്കെ കുറവാണ്, അതുകൊണ്ട് ധാരാളം ശീതളപാനീയങ്ങളും മറ്റതെല്ലാം മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ ഒരു ഹോസ്പിറ്റലാണ്, ഒരു താലൂക്ക് ആശുപത്രിയാണ്. അവിടുത്തെ ഒരു ഡോക്ടർ പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ അറിവ് ആ കാലഘട്ടത്തിൽ എത്രത്തോളം ആണെന്ന് ചിന്തിച്ച് നോക്കണം. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എൻ്റെ അപ്പനും അമ്മയായിട്ടുള്ള എല്ലാ ശീതളപാനീയങ്ങളും മധുരപാനീയങ്ങളും എല്ലാം കൊണ്ടുവന്ന് എൻ്റെ കൊണ്ട് കുടിപ്പിച്ചു. കാരണം ഇതിൻ്റെ എല്ലാം കുറവാണെന്നല്ല പറയുന്നത്. ഇത് വളരെയധികം പിന്നെ അങ്ങ് കൂടിയിട്ട് ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു വേദനയിലേക്ക് പോയി. അങ്ങനെ കൊണ്ടുവന്ന് നമ്മളെ അടിയന്തരമായിട്ട് MES ഹോസ്പിറ്റലിൽ കൊണ്ട് ICUവിൽ കയറ്റുമ്പം അവരുടെ കണ്ടുപിടുത്തത്തിലാണ് മനസ്സിലാകുന്നത് നമുക്ക് ടൈപ്പ് 1 ഡയബറ്റിക്കാണ്, ടൈപ്പ് 1 ഷുഗറാണ്. അതായത് എൻ്റെ പാങ്ക്രിയാസ് എന്ന് പറഞ്ഞ സാധനം, ആ ഒരു ഗ്രന്ഥിയാണല്ലോ നമ്മുടെ ഇൻസുലിനെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ പ്രമേഹത്തെ നിയന്ത്രിക്കുന്നൊക്കെ ഒരു ഗ്രന്ഥി, ദഹന വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി. അതിൽ കുറേ ഭാഗങ്ങൾ അന്ന് എടുത്തു മാറ്റിയത് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേനും ബാക്കിയുള്ള ആ ഭാഗങ്ങളും കൂടെ പ്രവർത്തനരഹിതമായി പോയതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, ടൈപ്പ് 1 ഡയബറ്റിക് എൻ്റെ ശരീരത്തിലേക്ക് വരികയാണ്. അത് നോർമലല്ല, 769 അന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഒരു ഏറ്റവും കൂടിയൊക്കെ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കൂടിയ ഒരു ഷുഗർ റീഡിംഗ് എന്നൊക്കെ പറയുന്നത് 200, 250 അങ്ങനെയൊക്കെയാണ്. പക്ഷെ അന്നത്തെ കാലത്ത് 769. അപ്പോൾ അതൊരു കീറ്റോസിസ് എന്ന് പറഞ്ഞിട്ടൊരു ഒന്നാണ്. അതായത് ഒരു വിഷം ശരീരത്തിലേക്ക് ചെല്ലുന്ന അതേ എഫക്റ്റിലേക്ക് പോകുന്ന ഒരു ഡയബറ്റിക് കീറ്റോസിസ്, അങ്ങനെയാണ് അതിൻ്റെ ടേമെന്ന് തോന്നുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോയത് മരണകാരണമായ ഒരു അവസ്ഥയാണ്. അപ്പം അങ്ങനെ കഠിനമായ ഒരവസ്ഥയിൽ എനിക്ക് ടൈപ്പ് 1 ഡയബറ്റിക് കിട്ടി. ഡോക്ടർ പറഞ്ഞു ജീവിതകാലം മൊത്തം ഇനി ഇൻസുലിൻ എടുക്കാതെ ഇവനെ ജീവിക്കുവാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 3 നേരവും ഇൻസുലിൻ എടുക്കേണ്ട ഒരവസ്ഥ വന്നു. അന്നും ഒരു പേന മേടിക്കാൻ പോലും കാശില്ലാതിരുന്ന നമുക്കന്ന് ഡോക്ടറാണ് പേന സമ്മാനിച്ചത്. അപ്പം അങ്ങനെ ഇൻസുലിൻ എടുക്കുന്നു. ഞാൻ ഇന്നും ഇൻസുലിൻ എടുത്തുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. 3 നേരം എടുക്കുന്നില്ലെങ്കിലും ഇന്ന് 2 നേരം ഇൻസുലിൻ എടുത്ത് 1 നേരം ഗുളിക കഴിച്ച് അങ്ങനെയൊക്കെയാണ് ജീവിച്ചു പോകുന്നത്. ഇന്നും ഫൈറ്റിങ് തന്നെയാണ്. അതന്ന് തുടങ്ങിയതാണ്, 10, 12, 13 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയാണ്. അപ്പം അതെല്ലാം കഴിച്ച് അങ്ങനെ പോയി. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, ഫൈറ്റ് ചെയ്തു. ജീവിതത്തിലേക്ക് ഞാൻ അവിടെ നിന്നും തിരിച്ചു വന്നു. ഇൻസുലിൻ എടുക്കുന്നുണ്ട്, എന്നാലും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് പിന്നീട് എൻ്റെ കല്യാണം നടക്കുകയാണ്. അതൊരു വല്ലാത്ത കാര്യമാണ് എനിക്ക്. കാരണം എനിക്ക് ബാംഗ്ലൂരിൽ എനിക്ക് ജോലിയൊക്കെ കിട്ടി. എൻ്റെ എഞ്ചിനീയറിംഗ് പഠനമെല്ലാം കഴിഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മൂന്നാർ എന്ന് പറയും, മൂന്നാറിലെ സ്ഥലത്ത്. അവിടെ നിന്ന് ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. പിന്നെ ബാംഗ്ലൂർ, ആദ്യം കോയമ്പത്തൂർ ഒരു കൊല്ലം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പനിയിൽ വളരെ കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്തു. പക്ഷേ സാമ്പത്തികമായിട്ട് വലിയ മെച്ചമൊന്നും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ആയതുകൊണ്ട് ബാംഗ്ലൂർ പിന്നെ ജോലിയും തൊഴിലൊക്കെ തേടി വരികയും അവിടെ ഒരു സ്ഥലത്ത് ഞാനൊരു കോഴ്സ് ചെയ്തു, സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ കോഴ്സ് ചെയ്തു. അതിനുശേഷമാണ് കോവിഡ് വരുന്നത്. അതുകൊണ്ട് പിന്നെ വീട്ടിലായി ഒരു കൊല്ലം, 1.5 കൊല്ലം വീട്ടിലായിട്ട് വേറെ നിവൃത്തിയൊന്നും ഇല്ലാതെ വന്ന് അതിനുശേഷം ഞാൻ പിന്നെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വന്ന് ഒരു ജോബ് നേടി. അവിടെ ഞാൻ നല്ല അത്യാവശ്യം വലിയ സാലറി അല്ല, ജീവിച്ചു പോകാനുള്ള ഒരു സാലറി, ചെറിയൊരു സാലറി, ആ സാലറിയിൽ അങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്താണ് കല്യാണ പ്രായമാകുന്നതും കല്യാണത്തിന് വേണ്ടിയിട്ട് എനിക്ക് ആളുകൾ നോക്കുന്നതും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഭാര്യ ആയിരിക്കുന്ന പെൺകുട്ടിയെ ഞാനിങ്ങനെ മാട്രിമോണിയിൽ കൂടി പരിചയപ്പെടുന്നതും. പെൺകുട്ടിയല്ല, പെൺകുട്ടിയുടെ ബന്ധുക്കളെ നമുക്ക് റിക്വസ്റ്റ് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ മാട്രിമോണി പരിചയപ്പെടുന്നത്. അങ്ങനെ അവരുടെ വീട്ടിൽ ഞാൻ ചെന്ന് അവരെ പെണ്ണ് കണ്ടു. അവർക്ക് ഭയങ്കര ഇഷ്ടമായി, അവർക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, പെൺകുട്ടിക്കും ഇഷ്ടമായി. പക്ഷേ ഞാൻ ഒന്നും മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. കാരണം നമ്മൾ ആരെയും ചതിക്കാനോ ആരെയും ബുദ്ധിമുട്ടിക്കാനോ പാടില്ല. കാരണം എനിക്ക് ടൈപ്പ് 1 ഡയബറ്റിക് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിൻ്റെതായ ശാരീരിക പ്രയാസങ്ങളൊന്നുമില്ല, ഞാൻ വളരെ കൺട്രോളായിട്ടാണ് പോകുന്നത്. എന്നിരുന്നാലും ഞാനത് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് പറഞ്ഞപ്പം പെൺകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നെങ്കിൽ പോലും വീട്ടുകാർക്ക് വളരെയധികം എതിർപ്പായില്ല. അവസാനം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ, ഞാൻ അവിടെ നിന്ന് പോകുന്നതിന് ശേഷമാണ് പെൺകുട്ടി ഇത് പറയുന്നത്. പക്ഷേ അവൾ നല്ല രീതിയിൽ എനിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തു. എന്തോ എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും.
ഇങ്ങനെ എന്തായാലും ഫൈറ്റ് ചെയ്ത് അവളുടെ തീരുമാനപ്രകാരം കല്യാണം കഴിച്ചിരുന്ന അവൻ്റെ ജീവിതസഖിയായിട്ട് കൂടെയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ജോലി പലപ്പോഴും നഷ്ടപ്പെട്ടു. ജോലി നഷ്ടപ്പെടുന്ന മാത്രം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഞാൻ എവിടെ പോയാലും അവിടെ ഒരു പ്രശ്നം കണ്ടാൽ, പ്രത്യേകിച്ച് ഒരു ടെക്നിക്കൽ പ്രോബ്ലമോ അല്ലെങ്കിൽ അവിടെ ഒരു എന്തെങ്കിലും സംഭവങ്ങളോ കണ്ടാൽ ഞാനത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ എൻ്റെ മാനേജേഴ്സിന് പറഞ്ഞു കൊടുക്കും. ഇതിങ്ങനെ ചെയ്താൽ നമുക്ക് ശരിയാകില്ലേ. അത് പലർക്കും ഒരു എന്താണ് പറയുന്നത്, അവരുടെ ഈഗോ പ്രകാരമോ അവരുടെ സാധനത്തിന് ഞാനൊരു തടസ്സമാണെന്നോ ഞാൻ ഓവർ ടാലൻറ്റഡ് ആണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ടാവാം അവർ ഈ ഈഗോ പ്രോബ്ലം വഴി നമുക്കെതിരെ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കുകയും അതവസാനം എന്തെങ്കിലും പറഞ്ഞു വിടേണ്ട അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അല്ലെങ്കിൽ ഞാൻ സ്വയമേ അവിടെ നിന്ന് ഒഴിഞ്ഞു പോരേണ്ട അവസ്ഥയ്ക്ക് വരാറുണ്ട്. പക്ഷേ ഞാൻ പല കമ്പനികളിലും ദീർഘവർഷമായിട്ട് 1-2 വർഷത്തോളം ഞാൻ IT മേഖലയിൽ പല മേഖലകളിലെല്ലാം ജോലി ചെയ്തു. IT മേഖല എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഞാൻ ഈ കസ്റ്റമർ സപ്പോർട്ട്, സെക്യൂരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് മെയിനായിട്ട് വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആണ് ഒരു ദിവസം വീണ്ടും എനിക്ക് വലിയൊരു പ്രശ്നം വരുന്നത്. ഒരു കൊതുക് മൂലം വരുന്നതാണ്. സാധാരണ എല്ലാവർക്കും ഡെങ്കി ഫീവർ വരും. പക്ഷേ നമുക്ക് ഈ ടൈപ്പ് 1 ഡയബറ്റിക് ഉള്ളതുകൊണ്ടും നമുക്ക് പ്രതിരോധശേഷി താരതമ്യേന കുറഞ്ഞ ആളുകളായതുകൊണ്ടും അത് വന്ന ശേഷം എനിക്ക് അത് വളരെയധികം കൂടിപ്പോയി. മരണകാരണമായിട്ടുള്ള ഡെങ്കി ഫീവറായിട്ട് മാറി. അങ്ങനെ ഈ വിംസ് ആദ്യം ബാംഗ്ലൂർ അപ്പോളോ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. അവിടെ കുറേ കാലം 2-3 ദിവസം നിന്നിട്ടും കുറഞ്ഞില്ലാത്തത് കൊണ്ടും നമുക്ക് സാമ്പത്തികമായിട്ട് താങ്ങാൻ പറ്റാത്തത് കൊണ്ടും നമ്മൾ വിംസ് ഹോസ്പിറ്റലിലേക്ക് പോയി. വിംസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ വയനാട് വിംസ് ഹോസ്പിറ്റൽ. അവിടെ നിന്നപ്പോഴത്തേനും അവിടെ നിന്നും ചികിത്സ ചെയ്തിട്ടും കുറഞ്ഞില്ല. കാരണം എൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറയുന്നത് താന്ന് 7000-നും താഴേക്ക് പോകുന്നൊരവസ്ഥ പറഞ്ഞു. അതിൽ കൂടുതൽ താന്ന് പോയ ആൾ മരിച്ചു പോകും. ആ അവസ്ഥയിൽ എന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആംബുലൻസിലാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. വളരെ ക്രിട്ടിക്കലായിട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അവിടെ ചെന്ന് ധാരാളം ബുദ്ധിമുട്ട് അവിടെയും അനുഭവിച്ചു. ഒരു ചില്ലറ യാതനകളും പ്രശ്നങ്ങളൊന്നുമല്ല അനുഭവിച്ചു, അതുപോലെ വേദനകളെല്ലാം അനുഭവിച്ചു. ICUവിലൊക്കെ കുറേ കാലം ഇരുന്നു. പലരും വിചാരിച്ചു വീണ്ടും ആൾ പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ പിടിച്ചു നിന്നു, തിരിച്ചു വന്നു. ഇന്ന് ആരോഗ്യമായിട്ട് നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വന്ന് വീണ്ടും ഒരു ജോലി കയറി. ആ ജോലിയും പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും കാരണം ആ ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ ഒന്നുമില്ലാതെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്നൊരവസ്ഥയിലാണ് ഞാനിങ്ങനെ ചിന്തിച്ചത്. എനിക്കെന്തോ ഒരു പക്ഷേ ജോബ് എന്ന് പറയുന്നത് ചിലപ്പം ജോബ് നല്ലതാണ്, ജോബില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ജോബ് ഞാൻ ദീർഘവർഷം ചെയ്തിട്ടുണ്ട്. പക്ഷെ ജോബ് ചെയ്തിട്ടും എവിടെ എത്തുന്നില്ല. മാത്രമല്ല പല ടാലൻറ്റുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളത് യൂസ് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് എന്ത് ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം വന്ന് എനിക്ക് ജോബ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. വാടക കൊടുക്കണം, ബാംഗ്ലൂരാണ്, ജീവിക്കണം, കുടുംബത്തിൻ്റെ കാര്യം നോക്കണം, അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ ഇരിക്കുന്നൊരു സമയത്ത് ഞാനിങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന സമയത്താണ് ഇങ്ങനെ വളരെ വലിയൊരു ക്യൂ കാണുന്നത്. കാരണം ഞാൻ പലപ്പോഴും ഹോസ്പിറ്റലുകളുടെ എല്ലാം കയറി ഇറങ്ങി നടക്കുന്നത് കൊണ്ടും പല ഹോസ്പിറ്റലുകളും പല എക്സ്പീരിയൻസുകളും ഉണ്ടായിരുന്നത് കൊണ്ടും ഒരു ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ രോഗി എങ്ങനെ ചിന്തിക്കുന്നു എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ വലിയൊരു ക്യൂ ആണ്. അതൊരു ട്രീറ്റ്മെൻറ്റ് ആവശ്യത്തിന് വേണ്ടി പോയതാണ്, ഒരു ചെക്കപ്പ് ആവശ്യത്തിന് വേണ്ടി പോയതാണ്. ആ ക്യൂവിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ധാരാളം സ്ത്രീകൾ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ പ്രായമായിട്ടുള്ള മാതാപിതാക്കൾ വന്ന് നിൽക്കുന്നുണ്ട്. വളരെ കുറച്ച് കസാരകൾ മാത്രമുള്ളവർക്ക് അതുകൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. പലരും ക്യൂ നിൽക്കുകയാണ് ദീർഘനേരം. കാരണം ഈ OPD മുമ്പോട്ട് നീങ്ങുന്നില്ല. ഹോസ്പിറ്റൽ ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നത് വളരെ പതുക്കെയാണ് പോകുന്നത്. അപ്പോൾ പലരും ഇരുന്ന് വേർക്കുന്നു. കാരണം ചൂടാണ്, ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ പല പ്രയാസങ്ങളിലൂടെ അനുഭവിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ ഇത് പല ഹോസ്പിറ്റലുകളിലും ഞാനിത് കണ്ടിട്ടുണ്ട്. എന്നെ ചികിത്സിച്ചിട്ടുള്ള പല ഹോസ്പിറ്റലുകളിലും, ഞാൻ പോയിട്ടുള്ള പല ഹോസ്പിറ്റലുകളിലും എല്ലാ ആളുകളും ഇങ്ങനെ ക്യൂ വന്ന് നിൽക്കണം. ഇന്ത്യയിലെ ഹെൽത്ത് സിസ്റ്റം ഇത്രയൊക്കെ ടെക്നോളജികളും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് മാത്രം പരിഹാരം ഉണ്ടാകുന്നില്ല? കാരണം എല്ലാവരുടെയും സമയത്തിന് വിലയുണ്ട്. ഈ വന്ന് നിൽക്കുന്ന രോഗികളെല്ലാം അവർക്ക് എന്തെങ്കിലും വീട്ടിൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവരോട് സമയം ചിലവഴിക്കേണ്ടതോ, അല്ലെങ്കിൽ അവർക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സമയമാണ്. ഇവിടെ വന്നിട്ട് ഈ കൈയും കാലും കട്ട് കഴിച്ചിങ്ങനെ നിൽക്കുകയാണ് ഈ ക്യൂവിൽ. അന്നേരം എനിക്കത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. ഞാൻ വിചാരിച്ചു ഇത് എന്താണ് ഒരു സൊല്യൂഷൻ. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ചുമ്മാ ഡോക്ടറിൻ്റെ മുറിയിലേക്ക് നോക്കി. ഇപ്പം ഡോക്ടർ അതിൽ അപ്പുറം ബുദ്ധിമുട്ടുകയാണ്.
കാരണം ഇത്രയും പേഷ്യൻസ് ക്യൂ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ എല്ലാം കൺസൾട്ടേഷൻ നടക്കണം. അപ്പം ഈ ഒരു ഡോക്ടർക്ക് ഒരു രോഗിയെ പരിശോധിക്കാൻ കിട്ടുന്ന മാക്സിമം 1-2 മിനിറ്റാണ്. ഈ മിനിറ്റിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് പ്രിസ്ക്രിപ്ഷൻ എഴുതണം, അതായത് ഈ ചീട്ട് എഴുതണം. അപ്പോൾ അദ്ദേഹത്തിന് രോഗിയുടെ മുഖത്തേക്ക് പോലും നോക്കാൻ സമയം കിട്ടാത്ത രീതിയിൽ എന്താ പറയൂ ഇന്നതാണ് മെഡിസിൻ എഴുതി വിടുകയാണ്. അപ്പോൾ അദ്ദേഹം വളരെ ബേൺ ഔട്ടായിട്ട് മാറുന്നതായിട്ട് എനിക്ക് കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് 2 സൈഡിലും പ്രശ്നമുണ്ട്. പേഷ്യൻസിനും പ്രശ്നം അനുഭവിക്കുന്നുണ്ട്, രോഗികൾക്കും ഡോക്ടർക്കും പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെന്താണ് ഒരു പരിഹാരം എന്നുള്ളൊരു ചിന്ത വന്നു. പ്രത്യേകിച്ച് ഞാനിങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ധാരാളം കിടന്നതുകൊണ്ടും ഇങ്ങനെ ആളുകൾ നമ്മളൊക്കെ എൻ്റെയൊക്കെ ആരംഭം തറയിൽ കിടന്നുകൊണ്ടാണ്. തറയിൽ ഈ പേപ്പട്ടിയൊക്കെ കിടക്കുന്ന പോലെ ഒരു വിലയില്ലാതെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ തറയിൽ സീരിയസ് ആയി ക്രിട്ടിക്കലായി കിടന്നൊരു കാലഘട്ടമുണ്ട് എനിക്ക്. അതിൽ നിന്നും പിന്നീടുള്ള പല യാത്രകളും വ്യത്യാസങ്ങൾ വന്നിട്ടില്ല. ഇന്നൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് കേട്ടോ കേരളത്തിൽ. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം വേണം. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത് എന്തുകൊണ്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിക്കൂടാ. അതായത് ഹോസ്പിറ്റലുകൾക്കോ ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ ഇപ്പം സെൽഫായിട്ട് കൺസൾട്ടേഷൻ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഇപ്പം സ്വന്തം വീട്ടിൽ ചികിത്സിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഈ ബുക്കിംഗ് വഴി അത് വളരെ ഈസി ആയിട്ട് ബുക്കിംഗ് എടുക്കണം. അപ്പോൾ ഫോൺ നമ്പർ, പേര്, ബാക്കി ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ അവർക്ക് ആഡ് ചെയ്യാൻ അതിനുള്ള ഓപ്ഷനും കൊടുക്കണം. അപ്പം അങ്ങനെ ബുക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ ആ രോഗിക്ക് എപ്പോഴാണ് വരേണ്ടത്, ഇപ്പോൾ ഏതാളാണ് ഡോക്ടറിനെ കാണാൻ നിൽക്കുന്നത്, എത്രാമത്തെ നമ്പറാണ് ടോക്കൺ എന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നൊരു സംവിധാനം. ആ രോഗിയോട് നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയാൻ പറ്റത്തില്ല. അതിന് പകരം അവർക്ക് വാട്സപ്പിൽ കൂടെ മെസ്സേജ് പോയിട്ട് ആ മെസ്സേജിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ഓപ്പൺ ആയാൽ ഒരു നല്ല വെബ് പേജ് ഉണ്ട്. ആ വെബ് പേജിൽ ഇങ്ങനെ കാണിക്കും ഏത് ടോക്കണാണ് കയറിയിരിക്കുന്നത്, ഇനി ഇയാളുടെ ടോക്കൺ എപ്പോഴാണ് പോകുന്നത്, എത്ര സമയം എടുക്കും, എപ്പോഴാണ് വരേണ്ടത്, എല്ലാ ഡീറ്റെയിൽസും വാങ്ങുന്ന സാധനം. അങ്ങനെ ഞാനൊരു ആപ്പ് നിർമ്മിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് പേഷ്യൻസിന് മാത്രം പോരാ, അത് ഡോക്ടേഴ്സിനും ഗുണകരമാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു ഡോക്ടർമാരുടെ മെയിൻ പ്രശ്നമെന്ന് പറയുന്നത് പേപ്പർ വർക്കാണല്ലോ, ഈ എഴുത്താണ്, പെട്ടെന്ന് നോക്കണം, അവർക്ക് എക്സോസ്റ്റഡ് ആവാണ്. അപ്പോൾ ഡോക്ടർ രോഗിയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പോൾ കൺസൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ആപ്ലിക്കേഷൻ ആ രോഗിയുമായിട്ടുള്ള സംഭാഷണം ശ്രദ്ധിച്ചിട്ട് ചീട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എഴുതണം. അത് ചീട്ട് കറക്റ്റായിട്ട് എഴുതേണ്ടുന്ന ഫോർമാറ്റിൽ തന്നെ ചീട്ട് എഴുതണം, ഈ മെഡിസിനും കാര്യങ്ങളും എല്ലാം അടക്കുന്ന ചീട്ട്. അങ്ങനെ ആ രീതിയിലൂടെ ആ സംഭവം കൂടെ ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് ഞാൻ ചിന്തിച്ചു ചില ക്ലിനിക്കായിട്ടുള്ള ആളുകൾ, ആശുപത്രിക്കാരൊക്കെ ഉണ്ടാകും, അവർക്ക് ചിലപ്പം ഒരു ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം, അവർക്കൊരു ബിസിനസ് അനലിസ്റ്റ്, AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നടത്തുന്നൊരു ബിസിനസ് അനലിസ്റ്റ്, അതുപോലെ തന്നെ മാർക്കറ്റ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം, AI ചെയിൻ റെഡ്യൂസർ എന്ന് പറയും. ഇപ്പോൾ എന്തുകൊണ്ടാണ് പേഷ്യൻസൊക്കെ ആ ക്ലിനിക്ക് വരാതെ നഷ്ടപ്പെട്ടു പോകേണ്ടതെന്ന് കണ്ടെത്തി അവർ ഇപ്പോൾ ഒരു കൺസൾട്ടേഷന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാങ്കേതികവിദ്യ, AI സാങ്കേതികവിദ്യ. അതുപോലെ തന്നെ ആ ക്ലിനിക്കിലെ ഡോക്ടേഴ്സിൻ്റെ ഗൂഗിൾ റേറ്റിംഗ് കൂട്ടി കൊടുക്കുന്ന ഒരു പ്രത്യേക സാങ്കേതികവിദ്യ. ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളിക്കൊണ്ട് ഞാനൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി. ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, ഞാൻ ബേസിക്കലി ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും സാധിക്കണം, വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, ഫൈറ്റ് ചെയ്യണം എന്നുള്ളൊരിതിൽ ജോബ് പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഞാൻ രാവും പകലും കിടന്നിരുന്ന് പഠിച്ചു. ഇതല്ല കോഡിങ്ങും കാര്യങ്ങളെല്ലാം പഠിച്ച് ഞാൻ ഓരോന്നായിട്ട് ബിൽഡ് ചെയ്തു. ഞാൻ എങ്ങനെ ഇരുന്നു, ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഞാൻ 72 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ സീറ്റിൽ നിന്ന് ഞാൻ എണീറ്റിട്ടില്ല. 72 മണിക്കൂർ ഞാൻ ആകെ ബാത്റൂമിൽ പോകാൻ വേണ്ടി മാത്രമാണ് എടുത്തേക്കുന്നത്. ബാക്കി ആ 72 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നു. അത് ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അങ്ങനെ ഇരുന്ന് മിക്കവാറും ഇരിക്കുന്നത് ഈ കണ്ടിന്യൂസ് ആയിട്ട് 24 മണിക്കൂർ, 18 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് രാവും പകലില്ലാതെ അധ്വാനിച്ച് ഏകദേശം 8-9 മാസം കൊണ്ട് ഞാൻ പഠിച്ച്, ഞാനതിൻ്റെ എല്ലാ ന്യൂനതകളും പരിശോധിച്ച് 10-60-70 പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് ഞാനിന്ന് ആപ്ലിക്കേഷൻ ഉണ്ടാക്കി. അതിനുശേഷം ഞാനൊരു കമ്പനി രൂപീകരിച്ചു. കമ്പനി എന്ന് പറഞ്ഞാൽ ക്യൂമോഡിഫൈ ടെക്നോളജീസ് LLP. എൻ്റെ പ്രൊഡക്റ്റിൻ്റെ പേര് ക്യൂമോഡിഫൈ എന്ന് പറഞ്ഞ ആപ്പാണ്, ക്യൂമോഡിഫൈ. അങ്ങനെ ഞാനിന്ന് പുതുതായിട്ട് ആ ആപ്ലിക്കേഷൻ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. ഞാൻ ആപ്ലിക്കേഷൻ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഞാൻ വലിയ അറിയപ്പെടുന്നൊരു വ്യക്തിയൊന്നുമല്ല, ഞാനൊരു വലിയ യൂട്യൂബറോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല. അതുകൊണ്ട് ഞാനിങ്ങനൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ആളുകളെ അറിയിക്കുക എന്ന് പറയുന്നത് വളരെ പാടുള്ളൊരു കേസാണ് എനിക്ക്. പക്ഷേ ആ ആപ്പ് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള 1-2 ഡോക്ടേഴ്സ് അത് ഭയങ്കര സൂപ്പറാണെന്ന് പറഞ്ഞത് അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അവർക്ക് ഫ്രീ ട്രയലാണ് കൊടുത്തേക്കുന്നത്, കാരണം അവർക്ക് വേറെ നിവൃത്തിയില്ല. ആദ്യ സമയത്ത് ഞാനങ്ങനെ കൊടുത്തു. പക്ഷെ ഇന്ന് എനിക്ക് ആപ്പ് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് എന്തും
ഇല്ലാതെ പറ്റത്തില്ല. കാരണം അതിൽ ധാരാളം പ്രീമിയം ഫീച്ചേഴ്സ് ഉണ്ട്. ഗൂഗിൾസ് ജെമിനിയുടെ സാങ്കേതിക വിദ്യ, AI സാങ്കേതിക വിദ്യയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതിനൊക്കെ ഞാൻ പണം അടയ്ക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കേരളത്തിലെ പല പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സിനൊക്കെ പേഴ്സണലൊക്കെയായിട്ട് മെസ്സേജൊക്കെ അയച്ചു നോക്കി. ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്, നിങ്ങളെന്നെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വരുമാനം ഉണ്ടാവുന്ന കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരാം. എനിക്കിപ്പോൾ ഒന്നും തരാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ ആരും മൈൻഡ് ചെയ്യില്ല. മൈൻഡ് ചെയ്യാൻ? എല്ലാവർക്കും ഒന്നും പണമാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആരും എന്നെ മൈൻഡൊന്നും ചെയ്യുന്നില്ല, അതൊന്നുമില്ല. പക്ഷേ ഞാൻ ഇന്ന് ആപ്ലിക്കേഷൻ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതിൻ്റെ സപ്പോർട്ട് എനിക്ക് വേണം നിങ്ങളുടെ അടുത്തുനിന്ന്, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകർ. കാരണം ഇതൊരു ഫൈറ്റിംഗ് ആണ്, ഒരു സർവൈവലാണ്, ഒരു അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റിംഗ് ആണ്. കാരണം ഒരിക്കലും മരിച്ചു പോകും ഒന്നുമില്ല എന്ന് വിചാരിച്ച എഴുതി എടുത്തു നിന്ന് എനിക്ക് എന്തെങ്കിലും ലൈഫിലാകണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് രാവും പകലുമില്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു സംഭവമാണ് അത് ഒരു പക്ഷേ ഒരു മലയാളി ഒരു ടെക്നോളജി ഉണ്ടാക്കിയിട്ട് അത് ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. കാരണം എനിക്കത്രയും ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം. അപ്പോൾ അതിന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ലൈഫിൽ നമ്മൾ തളർന്നു പോകരുത്. നമ്മളെ തോൽപ്പിക്കുന്ന പല പ്രശ്നങ്ങളുണ്ടാവും. എൻ്റെ ലൈഫിൽ ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ദാരിദ്ര്യം, അതുപോലെ പല സമയത്ത് വരുന്ന മാരകമായിട്ടുള്ള രോഗങ്ങൾ, പിന്നെ ലൈഫിൽ വരുന്ന സാമ്പത്തികമായിട്ടൊന്നുമില്ലാത്ത പ്രശ്നങ്ങൾ, അതിൻ്റെ ഇടയിൽ ഞാൻ ഇന്നും എനിക്ക് ഏകദേശം 5000-6000 രൂപയോളം ഇൻസുലിൻ ഒരു മാസം ആവശ്യമുണ്ട്. അതുപോലെ ഇൻസുലിൻ എടുക്കണം എനിക്ക് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകണം. ഈ ഒരു പ്രയാസങ്ങളുടെ എല്ലാം മധ്യത്തിൽ നമ്മൾ ഫൈറ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ ആരുടെ അടുത്തും പോയി ഒരു കൈ നീട്ടി ഞാൻ ആരുടെ അടുത്തും എൻ്റെ ഒരു സങ്കടം പറയാൻ പോകില്ല. ഞാൻ അധ്വാനിച്ചിട്ട് ഞാനൊരു ടെക്നോളജി ഉണ്ടാക്കിയിട്ട് എനിക്ക് വലുതാകണം. എനിക്ക് അതുകൊണ്ട് സമൂഹത്തിനൊരു ഗുണമുണ്ടാകും. കാരണം എൻ്റെ പ്രൊഡക്റ്റിന് സമൂഹത്തിന് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന അനേക ആളുകളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. അത് ഞാൻ ഉണ്ടാക്കി പ്രൂവ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് സക്സസ് ആക്കണം. അതാണ് ആ ഒരു മെൻറ്റാലിറ്റിയാണ് ഇന്ന് വരുന്ന എല്ലാവർക്കും വരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പല വീഡിയോസുകളെല്ലാം കാണുമ്പം ആളുകളൊക്കെ ചെറിയ നിസ്സാരമായ ഒരു ബ്രേക്കപ്പിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രയാസങ്ങളുടെ പേരിൽ പോയി ചാടി ആത്മഹത്യ ചെയ്യുന്ന പിള്ളേരൊക്കെയുള്ള ഒരു ജനറേഷനാണ്. അങ്ങനെയുള്ള ജനറേഷനുള്ള ആളുകൾ ഒക്കെ ഞാൻ പറയുന്നത്, ഞാനൊന്നും വലിയ കാര്യം സാധിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എന്നെപ്പോലെ ഒരു ബലഹീനനായിട്ടുള്ള ആളുകളിൽ ഇത്രയൊക്കെ സർവൈവ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇന്നത്തെ ഇത്രയും സംവിധാനങ്ങളും കാര്യങ്ങളുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്ത് പോകാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഫൈറ്റ് ചെയ്യുക. ഡോണ്ട് ക്വിറ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും നിർത്തിപ്പോകരുത്. നമ്മുടെ ലൈഫ് തീർന്നു പോയെന്ന് നമ്മൾ തുടങ്ങുന്നിടത്ത്, അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ പരാജയം തുടങ്ങുന്നത്. നമ്മൾ തോറ്റുവെന്ന് നമ്മൾ സമ്മതിക്കാത്തടത്തോളം കാലം ഒരാൾക്ക് നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നത് നിർത്തരുത്. ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു പ്രശ്നം വരും, വീഴും, എണീക്കുക. വീണ്ടും പ്രശ്നം വരും, വീഴും, എണീക്കുക. വീണ്ടും പ്രശ്നം വരും, വീണ്ടും എണീക്കുക. അങ്ങനെ വീണ്ടും വീണ്ടും പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നവനല്ലേ പിന്നെ ഒരിക്കലും ഒരു പ്രശ്നത്തിന് തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം അവൻ വീണാലും ഓട്ടോമാറ്റിക് അവൻ പിന്നെ എണീക്കും, പിന്നെയും ഓടും. പിന്നെയും വീണാലും പിന്നെയും എണീക്കും, പിന്നെയും ഓടും. അവൻ ലക്ഷ്യം കാണുന്നത് വരെ വീണ്ടും എണീറ്റ് പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് നിരാശ അവരെ ബാധിക്കില്ല എന്നുള്ളതാണ് കാരണം. അതുകൊണ്ട് ലൈഫിൽ ഒരിക്കലും തോറ്റു കൊടുക്കരുത്. ഇന്ന് നമുക്ക് ഒരു ദിവസം ഇല്ലെങ്കിൽ ഈ സമയം അങ്ങ് കഴിഞ്ഞു പോകും. ഇനി ഒരു ദിവസം നമുക്കതായിട്ട് ഏത് മാവും പൂക്കുന്ന ഒരു കാലഘട്ടം വരും. ആ ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻറ്റിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുക, നിർത്താതെ ഫൈറ്റ് ചെയ്യുക. ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം നമ്മളവിടെ എത്തും. ആ പോയിൻ്റ് നമ്മൾ എത്തുമെന്നുള്ളത് യാതൊരു സംശയമില്ല. നമ്മൾ ഇന്ന് തോറ്റു എന്ന് വിചാരിച്ച് എന്നെക്കൊണ്ട് സാധിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പിന്മാറാൻ തുടങ്ങിയാലുണ്ടല്ലോ ലൈഫിൽ പിന്നെ നമ്മൾ എങ്ങോട്ടും പോകത്തില്ല. പിന്മാറരുത്, മുമ്പോട്ട് തന്നെ പോകാം. നമ്മുടെ തളർത്താൻ വേണ്ടിയിട്ട് നമ്മളെ ചുറ്റും നെഗറ്റീവായിട്ടുള്ള അനേകം ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ നമ്മുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു വിജയമുണ്ടല്ലോ. ഈ ബൈബിളിലൊരു വാക്യമുണ്ട്, ഞാനത് പറഞ്ഞിങ്ങനെയാണ്: അവൻ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത്. അതായത് മുമ്പിൽ വെച്ചിരിക്കുന്ന ആ ഒരു സന്തോഷത്തെ ഓർത്തുകൊണ്ട് മാത്രം നിങ്ങൾ ഓടി നോക്ക്. നമ്മുടെ ചുറ്റുമുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളെയും നമുക്ക് ശ്രമിക്കേണ്ട ആവശ്യമായിട്ട് വരില്ല. വീഴണം, വീണ് തന്നെ പഠിക്കണം. വീണിട്ട് എണീറ്റ് വരുന്നവൻ്റെ എഴുന്നേൽപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ, ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരൊന്നൊന്നര ഉയർത്തെഴുന്നേൽപ്പായിരിക്കും. ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എല്ലാവർക്കും നടക്കട്ടെ. അപ്പം ഇതുവരെ എൻ്റെ കഥ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. ലൈഫിൽ ഞാൻ ഇനിയും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലവട്ടം ഞാൻ വീഴുന്നുണ്ട്. ഇനി എന്താണ് എൻ്റെ ലൈഫിൽ എന്നെ കാത്തിരിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ വരട്ടെ. നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, നമുക്കൊരു പ്രശ്നം വന്നു, നമ്മുടെ നേരെ ഒരു
ഒരു കാറ്റ് വന്നാൽ നമ്മൾ പറയുക അടുത്തത് കൊടുങ്കാറ്റ് വരട്ടെ, അതിനുശേഷം സൈക്ലോൺ വരട്ടെ, എന്ത് വേണേലും വരട്ടെ, അല്ലേ? നമുക്കിന്ന് നേരിടാനുള്ളത് ഒരു കാറ്റിനെയാണെങ്കിൽ ഞാൻ യഥാർത്ഥത്തിൽ പോയി നേരിടേണ്ട ഒരു കൊടുങ്കാറ്റിനെയാണ്. അതായിട്ട് നമ്മൾ മാറണം. മനസ്സിലായില്ലേ? നമ്മളെ പേടിപ്പിക്കാനായിട്ട് യാതൊന്നിനും അപ്പം സാധിക്കില്ല എന്നുള്ളതാണ് കാര്യം. ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് നമ്മളിൽ ഒരു ആത്മവിശ്വാസമുണ്ട്. നാളെ ഞാൻ ഇന്ന സ്ഥലത്ത് എത്തുന്നുള്ളൊരു ദൃഢനിശ്ചയം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിൽ ഒരു ശക്തിക്കും പറ്റത്തില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. അപ്പം എന്നെ ഇതുവരെ ശ്രദ്ധിച്ച എല്ലാവർക്കും, ഇത്രയും സമയം ഞാൻ സംസാരിച്ചത് ആളുകൾക്ക് ചിലപ്പം വളരെ ബോറിംഗ് ആയിട്ട് തോന്നും. പക്ഷേ ഇതൊരു ജീവിതകഥയാണ്. ഇത് റീൽസ് അല്ല, ഇത് സംഭവിക്കാത്ത ഒരു കാര്യമല്ല, എൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യമാണ്. നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. പക്ഷേ ഇതൊരു ജീവിതകഥയാണ്, ഇതൊരു ജീവിത യാഥാർത്ഥ്യമാണ്. ഇന്നും പൊരുതുന്ന ഒരു പോരാളിയുടെ ജീവിത യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എന്നെപ്പോലെ പൊരുതുന്ന അനേകരുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഈ കഥ സമർപ്പിക്കുന്നു.